യാക്കോബ് എഴുതിയ ലേഖനം 5:13-14. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനം ഞങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിനകത്ത് വചനം ഞങ്ങളുടെ മേൽ ക്രിയ ചെയ്യത്തക്കവണ്ണം, ആഴത്തിൽ ഇടപെടത്തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും കൃപയിലും പരിശുദ്ധാത്മാവിലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സത്തെയും, അന്ധകാരങ്ങൾ, ദേശാധിപതികളെ ഞങ്ങൾ ശ്വാസിക്കുന്നു. അതിൻ്റെ മേൽ ജയമെടുക്കുക, രക്തം ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യം മുതൽ അധ്യക്ഷനായിരിക്കണം. ഇവിടെ വന്നിട്ട് ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബിൽ ചാനലിലൂടെ ലോകമെമ്പാടും സകലവർക്കും ഇത് വചനം കേൾക്കുമ്പോൾ നീ കിടക്കയിലായിരിക്കാം, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കിടക്കയിൽ കിടന്നും കൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്. എന്നാൽ നീ കിടന്നും കൊണ്ട് വചനം കേൾക്കുമ്പോൾ, വചനം കേട്ട് തീരുമ്പോൾ ആ സമയം യേശു നിന്നെ എഴുന്നേൽപ്പിക്കും. ആ കിടക്കി നിന്നുകൊണ്ട് ഹല്ലേലൂയ, അവിടെ മറ്റൊരു ദൈവദാസനല്ല, സ്വർഗത്തിലത് ഈ വചനം നിന്നെ ക്രീത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ആ സൗഖ്യം എനിക്ക് വേണം അപ്പാ, എനിക്കൊരു സൗഖ്യം തന്നേ പോകത്തുള്ളൂ. അതിൻ്റെ മേൽ പിടിവാശി കാണിക്കുക, ഞാൻ സൗഖ്യം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയത്തക്കവണ്ണ ഒരാത്മ സാന്നിധ്യം എല്ലാവരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. കർത്താവ് ഇടപെടണം, യേശു ക്രിസ്തു നാമത്തന്നെ. ആമേൻ, ആമേൻ. എന്നാൽ നമ്മൾ വായിച്ചത് അതിൻ്റെ 13-ാമത്തെ വാക്യം, 5:13, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. ഒന്ന്, കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, സുഖം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ കൂട്ടത്ത് 2 കൂട്ടരുണ്ട്. ഇതാ ഓരോരുത്തർ വരുമ്പോൾ ഇന്ന് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടമാണല്ലേ. സുഖം കുറച്ചാണെങ്കിലും കൂടുതലും കഷ്ടമാണ്. ഒരു ദിവസം സന്തോഷമാണെങ്കിലും പിറ്റേന്ന് നമുക്ക് വേറെ അനുഭവമാണ്. ആമേൻ. നമുക്ക് കഷ്ടം അനുഭവിക്കുന്നവർ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. കഷ്ടം അനുഭവിക്കുന്നവരെ കുറിച്ച് പറയുന്നു, ബൈബിൾ വിളിച്ച് പറയുന്നു, നീ പ്രാർത്ഥിക്കണം. നിനക്കൊരു കഷ്ടത ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കാതെ ഒരിക്കലും കഷ്ടം മാറത്തില്ല കുഞ്ഞേ. നീ പ്രാർത്ഥിക്കാതെ ഒരിക്കലും കഷ്ടം മാറത്തില്ല. നീ പ്രാർത്ഥിച്ചാലേ ഒരു കഷ്ടം മാറത്തുള്ളൂ. ഇന്ന് പറ, അതിന് വേണ്ടി നീ ഒരുങ്ങി തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കഷ്ടങ്ങളെ ജയിച്ചവൻ നിന്റെ കൂടെ ഇറങ്ങി വരും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു യേശു നിന്റെ മേൽ ഇറങ്ങി ഒരു കഷ്ടം അനുഭവിക്കുന്നത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ എന്തിനാ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. നമ്മൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? കഷ്ടത മാറുവാൻ. പത്രോസിനോടും യാക്കോബും യോഹന്നാനോട് പറഞ്ഞു, രാത്രി യാമങ്ങൾ എന്തിനാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ. ഉറങ്ങിപ്പോയി. അവിടെ നീ കഷ്ടത അനുഭവിക്കാൻ പോകുന്ന, അടുത്തൊരു പരീക്ഷ അകപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥിക്കണം, യേശു പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന ജീവിതം ആത്മീയ ജീവിതത്തിൽ ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എത്ര നമുക്ക് സന്തോഷം വേണമെങ്കിലും, അത്രത്തോളം സന്തോഷം നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം നിലനിർത്താൻ പറ്റൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ പ്രാർത്ഥനയില്ലാതെ സന്തോഷത്തിലോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അല്പസമയം മാത്രം നിലനിർത്താൻ പറ്റത്തില്ല. പെട്ടെന്ന് പിശാച് അതിൻ്റെ കല്ലെറിയും, അതിനെ ചിന്ന ഭിന്നമാക്കും, അവിടെ ഒരു നിലവിളി ഉയർത്തും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. പാട്ട്, സുഖം. ഒന്ന്, കഷ്ടം അനുഭവിക്കുമ്പോൾ എന്താണ്? പ്രാർത്ഥിക്കണം. 2, സുഖം. ചിലർ സുഖം അനുഭവിക്കുമ്പോൾ നല്ല പാട്ടും പാടി വരും. കഷ്ടങ്ങൾ സാരമില്ല, ഇത് പാടുമോ? ഇല്ല. ഇത്രത്തോളം ചെയ്യം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതണമേ, ഇനിയും നടത്തണേ ഇതമ്പോൾ. ഇത് നമ്മൾ പാടും അല്ലേ? ചിലർ വേറെ പാട്ടുകളാണ് പാടി വരുന്നത്. നമുക്ക് ഇരിക്കുമ്പോൾ ചിലർ നല്ല സന്തോഷമൊക്കെ ആണെങ്കിൽ ഇതിനകത്തൊക്കെ വരുമ്പോൾ ഭയങ്കര പാട്ടാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല പാട്ടാണ്.
കുളിക്കുമ്പോഴൊക്കെ നല്ല ട്യൂണിലാണ് പാടുന്നത് അല്ലേ, നടന്നു പോകുമ്പോഴൊക്കെ നല്ല പാട്ടുകളാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാട്ട്. എഫെസ്യർ ലേഖനം 5:18 എഫെസ്യർ 5:19 എഫെസ്യർ. സന്തോഷത്തിൻ്റെ വാക്കാണ് അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് വരും. എഫെസ്യർ 5:19 പെട്ടെന്ന്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും. ഈ സന്തോഷം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആദ്യം പറയുന്നു, നിങ്ങൾ സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികളാൽ ദൈവത്തിന് സ്തുതി, 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 മഹത്വം. ആത്മീയ ഗീതങ്ങൾ. നിങ്ങൾ ഏത് പാട്ട് പാടണം? നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ ഏറ്റവും വായിൽ വരുന്ന ഏത് പാട്ടായിരിക്കും? അപ്പോൾ ആത്മീയ ഗീതങ്ങൾ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്യണം. അവിടെ ദൈവത്തിന് പാടി കീർത്തനം ചെയ്യണം. നിങ്ങളായിരിക്കുന്ന സമയത്ത് ആത്മീയ ഗീതങ്ങളായിരിക്കണം, മറ്റൊരു ഗീതത്തിലിട്ട് പോവരുത്. ഹല്ലേലൂയ. ദൈവത്തിന് പാടി സന്തോഷം, നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കണം? സ്തുതികളാലും ദൈവത്തെ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ആത്മീയ ഗീതങ്ങളാൽ ആത്മീയ ഹൃദയത്തിനത് ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണം. ആത്മസന്തോഷം നമുക്കൊണ്ട് ഹൃദയത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിലായിരിക്കണം. എബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായ ലേഖനം 7:25 പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. പക്ഷപാതം ആരാ ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. സദാ ജീവിക്കുന്നവനായി അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനാണെന്ന് നീ വിശ്വസിക്കണം. പാട്ടുകൾ പാടുക മാത്രമല്ല, സ്തുതികൾ മാത്രമല്ല, നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പ്രാപ്തൻ ആരാണ്? നമ്മുടെ ദൈവമാണ്. ദൈവം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന സദാ എന്നേക്കും ജീവിച്ചിരിക്കുക. നമ്മുടെ ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷം നിലനിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തൻ്റെ മക്കൾക്ക് എന്നും സന്തോഷമാണെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ ദൈവത്തിനെതിരായിട്ടും മനുഷ്യനെതിരായിട്ടും ശത്രുത്വം വെച്ചു. പിശാചിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിയപ്പോൾ, സാത്താനെ വെട്ടിയപ്പോൾ, അന്ന് സാത്താൻ ഒരു തീരുമാനം എടുത്തു, നിന്റെ ജനത്തിനെ സ്വസ്ഥമായി വിടത്തില്ല. സ്വർഗത്തിൽ നിന്നും ദൂതനെ വെട്ടിയ സമയത്താണ് പിശാച് ദൈവത്തോട്, നിന്റെ ജനത്തെ സ്വസ്ഥമായി ഞാൻ വിടത്തില്ല. ദൈവ സമാധാനം തരുമ്പോൾ, അനുഗ്രഹം തരുമ്പോൾ നമ്മളെ സമാധാനക്കേട് വരുത്തുന്ന സാത്താനെ തിരിച്ച് നമ്മുടെ ദൈവം എപ്പോഴും സന്തോഷം മാത്രമേ തരത്തുള്ളൂ. ഹല്ലേലൂയ. സമാധാനക്കേട് വരുത്തുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സാത്താനാണ്. അപ്പോൾ അവിടെ നമുക്ക് ജയിക്കണമെങ്കിൽ, നമ്മൾ ഒരു ദിവസം സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അല്പം ഒന്ന്, അതാണ് നമ്മളൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിശാച് അവിടെ കയറി വെട്ടും. അല്പം ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പിശാച് കയറി വെട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തീയുള്ളടുത്ത് ഒരിക്കലും ഈയൽ കയറത്തില്ല. തീയുള്ളടുത്ത് ഒരിക്കലും മറ്റൊരു ജന്തു കയറത്തില്ല. തീയുള്ളടുത്ത് ഒരു ക്ഷുദ്രജീവിയും കയറത്തില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന സന്തോഷത്തിൻ്റെ നടുവിലും ആത്മീയ ഗീതങ്ങളാൽ സ്തുതികളാൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ആത്മീയ യാത്രയിൽ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഒരു പിശാച് തൊടത്തില്ല. കാരണം തീ ഉള്ളടുത്ത് ഒരിക്കലും ശത്രുവിന് കയറാൻ പറ്റത്തില്ല. അവൻ ഭയപ്പെടും. നിങ്ങളെ ഭയപ്പെടും. കാര്യം അകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ തീ, അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ സദാകാലത്തേക്ക് നമ്മൾ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് പ്രാർത്ഥനയാണ്. എവിടെ നമ്മൾ ഡൗൺ ആവോ, വീഴാതെ വണ്ണം നമ്മൾ ജാഗരിച്ച് ഹൃദയത്തിനകത്ത് ആത്മസാന്നിധ്യം പിടിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ മുമ്പിലേക്ക് എപ്പോഴും ദൈവവും നമ്മളുമായി ഒരു ബന്ധം, ആത്മീയമായൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ എന്ന് വെച്ചാൽ വൈദ്യുതി, ഇപ്പോൾ വയറുള്ളപ്പോൾ 2 കണക്ഷൻ കൊടുത്ത് വൈദ്യുതി കൊടുത്തിരിക്കുകയാണ്. ഈ കൊടുത്തിരിക്കുന്ന സമയത്ത് ഒരു ശത്രുവിനെ പിടിക്കാൻ പറ്റൂല. ഇപ്പൊ 2 വയറുകൾ എടുത്ത് കണക്ഷനുള്ള സമയത്ത്, കറണ്ടുള്ള സമയത്ത് അങ്ങ് സ്വിച്ച് ബോർഡ് കുത്തി കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ആര് പിടിച്ചാലും തൂക്കി അടിക്കും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്
തൂക്കിയടിക്കും. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിടിച്ചോക്ക്, ആർക്കും ആണോ പിടിക്കുക. അതാ ജീവിതം. നമ്മളെപ്പോഴും സ്വിച്ച് പോയാലും വഴിയെ പോകണവനും ഇങ്ങനെ പറയും, അണ്ടനും ചെമ്മാനും ചെരുപ്പത്തി എല്ലാത്തിനും നമ്മൾ അങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട്. പക്ഷേ ഈ രണ്ട് സ്വിച്ച് ഇതിനകത്തോട്ട്, രണ്ട് വയർ ഈ സ്വിച്ചിനകത്തിരിക്കുന്ന സമയത്ത് തൊട്ട് നോക്ക്, ആര് തൊട്ടാലും അമ്മയെന്നില്ല, കുഞ്ഞമ്മയെന്നില്ല, കൊച്ചപ്പനെന്നില്ല, അവിടെ രക്തബന്ധങ്ങളൊന്നുമില്ല. ആര് തൊട്ടാലും അയ്യോ ഇത് എന്നെ ആളാണ് തൊട്ടാ കുഴപ്പമില്ല. അവിടെ കണ്ണില്ല, മൂക്കില്ല, സകലത്തിനെ തൂക്കിയടിക്കുക. കരുത് ദൈവമാണ് അമേദ്യമായ ഒരു ബന്ധമാണ് അവിടെ പകർന്നിരിക്കുന്ന. കരുത് അവിടെ ഒരു കൺഷൻ വരുന്നത് പോലെ, രണ്ട് വയറിനകത്ത് ഒരു കൺഷൻ വന്നിരിക്കുന്ന പോലെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കൺഷൻ നീയും ഞാനുമായിട്ട് ഉണ്ടെങ്കിൽ ഒരു ശത്രു തൊടത്തില്ല എന്ന് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതാ വൈദ്യുതി എപ്പോഴും പുറപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇലക്ട്രിസിറ്റി നന്നാക്കാൻ വരുമ്പോൾ നിങ്ങൾ ലൈൻമാനെ കണ്ടിട്ടുണ്ടോ? അവരെന്താ ലൈന് പീസൊക്കെ ഊരി ട്രാൻസ്ഫർ ഓഫ് ചെയ്യാതെ നന്നാക്കാത്തത്? നിങ്ങളുടെ വീട്ടിലൊക്കെ മരങ്ങളൊക്കെ വരുമ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കമ്പിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറിഞ്ഞ് പോസ്റ്റൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർ പീസൊക്കെ ഊരിയിട്ട് വരുന്നത്? ഊരാതിരുന്ന വിവരം അറിയും. പീസ് ഊരും, ട്രാൻസ്ഫർ ഓഫ് ചെയ്യും, എർത്തടിക്കും, ഭയങ്കര പരടി ചെയ്തിട്ടേ വരൂ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ച് നോക്കാത്ത ചെയ്തിട്ടുണ്ടോ? ഇവർ ഒന്നും ചെയ്യാതെ ചാടിക്കയറി ലൈനിൽ കയറി പിടിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേ? തിരിച്ചടിക്കും. അതാ നമ്മളും ദൈവമായൊരു ബന്ധം വൈദ്യുതിയുള്ള സമയത്ത് ഒരിക്കലും നമ്മെ പിടിക്കാൻ പറ്റത്തില്ല. അതവന് സദാ ജീവിക്കാൻ, അവനെ സദാ ജീവിക്കാൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ, നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാർത്ഥന അത്രേ. നമ്മുടെ ദൈവം ഒരു ദിവസം സദാ പൂർണ്ണമായി രക്ഷിക്കുവാൻ, നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാർത്ഥന അത്രേ. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായ ലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ എവിടെ ചെല്ലണം? കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിപ്പാൻ തക്ക സമയത്ത് ദൈവത്തിൽ നിന്നുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനാൽ നാം ധൈര്യത്തോടെ, പലപ്പോഴും ധൈര്യമില്ലാതെ മാറി നിൽക്കുമ്പോൾ തിരുവചനം പറയുന്നത് നിനക്ക് ധൈര്യം എടുക്കണം. ഇത് എവിടെ നിന്ന് കിട്ടും? ദൈവത്താൽ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ധൈര്യം കിട്ടും, പാടുമ്പോൾ ധൈര്യം കിട്ടും, സ്തുതിക്കുമ്പോൾ ധൈര്യം കിട്ടും. നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. ധൈര്യത്തോടെ. ഇന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ടെങ്കിൽ തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്, നിനക്കൊരു ധൈര്യം പിടിക്കണം. ധൈര്യം വേണം. ഭയപ്പെട്ട് മാറി നിൽക്കാതെ, ഭയപ്പെടാതെ വേണം. നീ ധൈര്യത്തോടെ ധൈര്യം സംഭരിക്കുക. ഈ വചനം പറയുമ്പോൾ തന്നെ ധൈര്യമെടുക്കുക. ധൈര്യമില്ലാത്തവരെ ദാ വചനം വിളിച്ചു പറയുന്നുണ്ട്, നീ ധൈര്യം പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യത്തോടെ. ഇന്ന് പലർക്കും ധൈര്യമില്ല, ചില മുന്നോട്ട് ധൈര്യമില്ല, ചിലത് കാണുമ്പോൾ ധൈര്യമില്ല, ചിലത് കണ്ട് പേടിക്കുമ്പോൾ ധൈര്യമില്ല. ഇന്ന് ആരെങ്കിലും പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറ, അതിനെ ഞാൻ ജയിക്കുക. എനിക്കൊരു കൃപ ദൈവം തരുക, എനിക്ക് ദൈവം ഒരു കൃപ തരുക. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നിന്റെ കരം പിടിച്ചിരിക്കുന്ന യേശു ഉണ്ട്. അതാ പത്രോസ് നടന്ന സമയത്ത് പത്രോസ് ധൈര്യമായിട്ട് വെള്ളത്തിൽ നിന്ന് പത്രോസ് യേശുവേ ഞാനും വരട്ടോ, ധൈര്യമായിട്ട് വാ. ധൈര്യത്തോടെ യേശു പറഞ്ഞാൽ നിനക്ക് ധൈര്യത്തോടെ വരാം. കാര്യം യേശു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂട? അത് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് വരിക. കൃപാസന ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. കൃപാസനത്തിലേക്ക് അടുത്ത് വരണം. ഇന്ന് അടുത്ത് വരുന്ന മക്കളെ മേൽ ദൈവം എന്തുവരുന്നു? അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. പേടിച്ച് പലരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ധൈര്യത്തോടെ പ്രാർത്ഥനയിൽ സ്തുതികളാൽ വീണ്ടും പറയുന്നു, പ്രാർത്ഥനയും സ്തുതിയായി മുന്നോട്ട് പോകുമ്പോൾ ധൈര്യത്തോടെ പേടിച്ചു വിറച്ചു നിൽക്കുന്നിടത്ത് നീ ദൈവത്തെ സ്തുതിച്ചും പാടിയും മഹത്വം കൊടുത്തു പോകുക. ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഇന്ന് വാഹനങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അറിയാം, എത്രയോ വാഹനങ്ങൾ ഇടിച്ച് തകർന്ന അനുഭവം നോക്കുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പല വാഹനങ്ങൾ കാണുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. തകർന്നു കിടക്കുന്ന അനുഭവം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എന്നാലും പറയും, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു
യേശു എൻ്റെ കൂടെയുണ്ട്. അതാ ധൈര്യത്തോടെ യേശു ഉള്ളടുത്ത് ധൈര്യത്തോടെ നിനക്ക് പോകാം, ധൈര്യത്തോടെ നിനക്ക് മുന്നോട്ട് പോകാം, തകർന്നു പോകാതെ ആമേ ധൈര്യത്തോടെ നീ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 33 അതിന് 2-3 വാക്യം. സങ്കീർത്തനം 33. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. നമ്മൾ ആദ്യം സന്തോഷത്തെക്കുറിച്ചാണ്, അതാ സുഖം അനുഭവിക്കുന്നവർ എന്നും സന്തോഷത്തെക്കുറിച്ച് അതാ പറയുന്നു. സന്തോഷം അനുഭവിക്കുന്നവർ കിന്നരം കൊണ്ടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായ്പിൻ. എന്നാൽ നമ്മൾ ആരാധനയിൽ സന്തോഷത്തോടെ കിന്നരത്തോടും കരമടിച്ചും സ്തുതികളാലും വാദ്യഘോഷത്തോടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. അതാ സന്തോഷത്തോടെ നമ്മൾ ആലയത്തിൽ വാദ്യഘോഷത്തോടെ ഹല്ലേലൂയ സകലത്തിൻ്റെ മേൽ കൈത്താളത്തോടെ ദൈവത്തെ നന്നായി ഘോഷത്തോടെ നന്നായി വാദ്യം വായ്പിൻ. നല്ല ശമൽ നന്നായിട്ട് കീബോർഡൊക്കെ വായിക്കണം. അവർ ആരാധിക്കുന്ന അനുസരിച്ച് നന്നായിട്ട് കീബോർഡ് വായിക്കണം, അതനുസരിച്ച് നന്നായിട്ട് കരമടിക്കണം. ഹല്ലേലൂയ. അടിക്കണമെങ്കിൽ നന്നായിട്ട് കരമടിക്കണം. ആരാധിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആരാധിക്കണം. ഹല്ലേലൂയ. സ്തുതിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്തുതിക്കണം. എവിടെയും പറയുന്നു നന്നായിട്ട് നന്നായിട്ട് നല്ലതുപോലെ നിൻ്റെ മനസ്സ് നല്ലതുപോലെ നന്നായി എല്ലാം നന്നായി വരണമെങ്കിൽ എല്ലാം നന്നായി ചെയ്യണം കുഞ്ഞെ. എല്ലാം നന്നാവണമെങ്കിൽ എല്ലാം നന്നായിട്ട് ചെയ്താൽ മാത്രമേ എല്ലാം നല്ലതാവുള്ളൂ. ഹല്ലേലൂയ. ചെയ്യുന്ന ജോലി നന്നായിട്ട് നന്നാവണമെങ്കിൽ നല്ലതായി ചെയ്യണമെങ്കിൽ എല്ലാം നന്നായി ഇടണമെങ്കിൽ നന്നായി ചെയ്യുക. ഹല്ലേലൂയ. തിരുവചനം ദൈവത്തെ പാടി പുതിയ പാട്ട് പാടി ദൈവത്തെ ഘോഷിപ്പിൻ, സ്വരത്തോടെ നന്നായി വാദ്യമായിപ്പിൻ. സങ്കീർത്തനം 81 1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 81 1-2. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പവുമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. ഇവിടെ പറയുന്നു നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പമുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ നമ്മുടെ ബലമായ ദൈവം ആരാ? നമ്മുടെ ബലമായ ദൈവം ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ആമേ. ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. ആർപ്പിടുക, സ്തുതിക്കുക, തപ്പും ഇമ്പമുള്ളമായ കിന്നരമെടുത്ത് വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. ഹാലിലെ സംഗീത ഘോഷത്തോടെ ദൈവത്തെ വീണയുമായി തപ്പിലോട് അദ്ദേഹത്തെ ആർപ്പിടുക. ആരാധന വാദ്യഘോഷ മേളത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുക, നല്ലപോലെ ആർപ്പിടണം. നമ്മൾ ആരാധന സ്തുതികളാലും ചത്ത ആരാധനയല്ല, ജീവനുള്ള ആരാധനയായിരിക്കണം. ഹല്ലേലൂയ. ഒരു ചടങ്ങായിട്ട് തീരല്ലേ. നമ്മളെ വർഷിപ്പൊക്കെ നല്ല ജീവനുള്ളവരായിരിക്കണം. ഉറങ്ങിപ്പോകുന്നൊരു ആരാധനയാവരുത്. ഉന്മേഷത്തോടെ ഉണർവുള്ളതായിരിക്കണം. വീണയും കിന്നരത്തോടും ആയിരിക്കണം. സംഗീതം തുടങ്ങുവിൻ. ഹല്ലേലൂയ. യാക്കോബ് എഴുതിയ ലേഖനം 5:14 വാക്യം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അടുത്ത സുഖം നമ്മൾ യാക്കോബ് ലേഖനത്തിൽ വരുമ്പോൾ 13-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങൾ കഷ്ടമനുഭവം പ്രാർത്ഥിക്കട്ടെ. കിന്നരത്തോടെ പാട്ടുകളെല്ലാം നമ്മൾ പാടി അടുത്ത് വായിക്കുന്നു, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെടുത്തിട്ട് അവർ കർത്താവിൻ്റെ നാമത്തിൽ അവർ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അടുത്ത് രോഗിയുടെ അവസ്ഥയിലിട്ട് വരുന്നത് ദീനമായി. ഇപ്പോൾ സുഖം അനുഭവിക്കുന്നവർ പാട്ടും സന്തോഷവും കിന്നരവും വാദ്യമേളത്തോടെ മറക്കരുത്. സുഖം അനുഭവിക്കുമ്പോൾ സന്തോഷത്തോടും കിന്നരത്തോടും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാൽ നമ്മൾ സന്തോഷം അനുഭവിക്കുമ്പോൾ കല്യാണം കഴിയുമ്പോൾ ധരിക്കണം സന്തോഷത്താലും സ്തുതികളാലും അനുഗ്രഹത്താലും ആയിരിക്കണം. ഹല്ലേലൂയ. ആത്മീയ ഗീതങ്ങളായിരിക്കണം. ഹല്ലേലൂയ. എല്ലാവരും പോകുമ്പോൾ വേറെ പാട്ടൊന്നും വെച്ചുകളയില്ല. പ്രൈസ് ദി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ ഗീതങ്ങളായിരിക്കണം ദൈവമേ സുഖം അനുഭവിക്കുമ്പോൾ. ഹല്ലേലൂയ. പക്ഷേ
ചിലർക്ക് കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, ചിലർ രോഗിയായിട്ട് അത് കിടപ്പുണ്ട്, ചില ബുദ്ധിമുട്ട് ചില കിടക്കുന്ന ദീനമായി കിടക്കുന്നവരോട് പറയുന്നു. ചിലർ ദീനമായി കിടക്കുന്നുണ്ട്. ഏതെല്ലാം പല അവസ്ഥയിലാണ് മനുഷ്യൻ രോഗിയായി കിടക്കുന്നത്. ഇന്ന് ഒരു രോഗമല്ല, പല കാരണങ്ങളാണ്. ഇന്ന് ഒന്നല്ല, പല വ്യത്യസ്തമായ ചില കാരണങ്ങളാലാണ് ചില രോഗിയായിട്ട് കിടക്കുന്നത്. ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, ചിലവർ ദീനമായി കിടക്കുമ്പോൾ സഭയിലെ മൂപ്പനെ വിളിക്കണം, അവർക്ക് എണ്ണ പൂശണ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് വേറൊരു ഭാഗമാണ്. കിടക്കുന്നവരെ സഭയിലെ മൂപ്പനെ വിളിച്ച്, സഭയിലെ പാസ്റ്ററെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് ബൈബിൾ വിളിച്ച് പറയുന്നുണ്ട്. ചില രോഗങ്ങൾ മാറാൻ വേണ്ടി ചിലർ വരുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, പാസ്റ്റർ എണ്ണ എടുത്ത് പൂശുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അറിഞ്ഞൂടാത്തോടെ പറയുന്നുണ്ട്. ഈ വാക്യം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് പാസ്റ്റർ നോക്കത്തില്ല, അവിടെ പുഴുത്തതോ വരുന്നോ നോക്കാറില്ല. ഇങ്ങനൊരു വാക്യം ദൈവം കിടന്നുണ്ട്. പാസ്റ്റർ ആയുണ്ട്, ദൈവദാസനായതുകൊണ്ട് കയ്യിൽ എണ്ണ എടുക്കും വിശ്വാസത്തോടെ. അവിടെ ആരെന്ന് നോക്കാറില്ല, വരുന്ന വ്യക്തിയുടെ മേൽ പൂശി അത് പ്രാർത്ഥിക്കുന്നത് എന്തുണ്ട്? വചനം പറയുന്നുണ്ട്, ഞാൻ സൗഖ്യം തരും. ദൈവദാസന്റെ കൈ നിന്റെ മേൽ വരണം, എണ്ണ ദൈവദാസന്റെ കയ്യിൽ വരണം. ആമേ, ഹല്ലേലൂയ. വരുമ്പോ ആദ്യം ദൈവദാസന്റെ കയ്യിൽ എന്ത് വരണം? എണ്ണ എടുക്കണം. എണ്ണയിൽ വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ എണ്ണയിൽ എന്ത് വ്യാപരിക്കും? യേശുവിന്റെ രക്തമായി മാറുന്നുണ്ട്. ആ യേശുവിന്റെ രക്തമായി ദൈവദാസൻ പ്രാർത്ഥിച്ച് ആ കാലി പൂശുമ്പോ അല്ലെ ശരീരത്തെ തൊടുമ്പോ ദൈവ സാന്നിധ്യം ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു വിടുതൽ സംഭവിക്കും. രോഗിയായി കിടക്കുന്നവരെ, ഇന്ന് ഭാരപ്പെടുന്നവരെ, എണ്ണ പൂശുമ്പോൾ എനിക്കൊരു സൗഖ്യം കിട്ടും. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വത്തോടെ ഇതാ സൗഖ്യത്തിന്റെ നിമിഷങ്ങൾ, സൗഖ്യത്തിന്റെ വിടുതലുകൾ, സൗഖ്യത്തിന്റെ അത്ഭുതങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 2024 അവസാനിക്കുന്നുമ്പോ യേശുവിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ, എന്നെ എണ്ണ പൂശി എഴുന്നേൽക്കുന്ന ഒരു ശുശ്രൂഷ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓ റിബാബ ശബലബലതനബ അസ്തല ബൗഡബ രാജപദീന രഗനെ വൈഡബ രാജപദീന രഗന അസ്തല ബൗഡബ രാജപദീന. ഈ സഭയിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അതാ 24 ഈ വർഷം ചിലരൊക്കെ സാക്ഷി പറഞ്ഞു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഞാൻ പരസ്യമായിട്ട് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലരൊക്കെ ആളുകളൊക്കെ വിടുതലായി നമ്മുടെ കൂട്ടത്തുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനൊരു വിടുതൽ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാ യേശു സൗഖ്യം കൊടുക്കുന്നത് യേശുവാണ്. ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവദാസൻ എണ്ണ എടുക്കുക, കാല് പൂശുക, അത് ശരീരത്തിൽ എവിടെയാണോ ഉള്ളത് പൂശുക, അവിടെ വിടുതൽ കൊടുക്കും. ദൈവമാണ് വിടുതൽ കൊടുക്കുന്നത്. നമുക്ക് വരാം അടുത്ത മത്തായി സുവിശേഷത്തിൽ 8:16 മുതൽ 17 വരെ വായിക്കാം. മത്തായി സുവിശേഷം 8:16-17 വരെ. 8:16. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്ന് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു നിവൃത്തിയാകുവാൻ തന്നെ. ആമേ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അടുത്തൊരു വിടുതലാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് യേശുവിന്റെ സമയത്ത് വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആരടുക്കൽ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കുക സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. കർത്താവ് അവിടെ ഭൂതഗ്രസ്തരായി പലവരും പൈശാചിക ബന്ധനത്തിലായിരുന്നവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് യേശു വാക്കുകൊണ്ട്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദുരാത്മാക്കൾ പുറത്തു പോകും. ഹല്ലേലൂയ. അങ്ങനെ ദുരാത്മാക്കൾ ആമേ ഭൂതഗ്രസ്തരായ പൈശാചിക ബന്ധനങ്ങളെ വാക്കുകൊണ്ട് പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം കൊടുത്തു. യേശുവിൻ്റെ അടുക്കൽ വരുന്ന സകലവർക്കും സൗഖ്യം കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ പൂർണ്ണ സൗഖ്യമാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ അല്പം മാത്രമല്ല, പൂർണ്ണ വിടുതലാണ്. അവർ സകലവരെയും യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന, അതായത് ദൈവസഭയിലേക്ക്, ഇന്ന് യേശുവിൻ്റെ അടുക്കലേക്ക്, ഇന്ന് പള്ളിയിലേക്ക് വരുന്ന ദൈവസഭയിലേക്ക് വരുന്നവർക്ക് എന്തുണ്ട്? പൂർണ്ണ വിടുതലുണ്ട്. അവ എല്ലാവരെയും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു,
നമ്മുടെ ബലഹീനത ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നിവർത്തിയാകുവാൻ തന്നെ നമ്മുടെ ബലഹീനത ചുമക്കുക. മനുഷ്യൻ ബലഹീനാണ് ദൈവമക്കളെ. എവിടെയും ബലഹീനയാൽ ശത്രു കയറും. നമ്മുടെ എവിടെ അല്പം ഒന്ന് തണുക്കുമോ ശത്രു ഇവിടെ കയറും. ബലഹീനത, നിന്റെ ബലഹീന നിമിത്തം ചില രോഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ചില ബലഹീനയാണ് ചിലവരെ രോഗിയാക്കുന്നത്. ചില എവിടെയാണ് ബലഹീന അറിയാലോ. യാതൊരു രീതിയിലാണ് ബലഹീന? ജഡം ബലഹീനയാണ്. മനുഷ്യൻ ഹല്ലേലൂയ നമ്മൾ ആത്മാവിൽ ഉറപ്പുണ്ടെങ്കിലും ജഡം എപ്പോഴും ബലഹീനം. മനസ്സിലാക്കണം, ആത്മാവ് ഉറപ്പുണ്ടെങ്കിലും ആത്മാവ് ബലമുണ്ടെങ്കിലും ജഡം എപ്പോഴും ബലഹീനമാണ്. അല്പം ഒന്ന് സമയം കിട്ടിയാൽ നിങ്ങൾ എത്ര സന്തോഷത്തോടെ ഇരുന്നാലും ആത്മാവ് സ്ട്രോങ് ആണെങ്കിലും ആത്മാവ് സ്ട്രോങ് ആണ്, പക്ഷേ ജഡം എപ്പോഴും ബലഹീനമാണ്. അതാണ് എന്തെങ്കിലും ചെറിയ കാര്യം പെട്ടെന്ന് വരുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നതാണ്. എൻ്റെ അമ്മോ എന്നെ പിടിച്ചോ, അപ്പാ ഇതാ പോണ്, എന്നെ പിടിച്ചോ, പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിലേ കറക്കുമ്പോ ഭൂമി കറങ്ങുന്നോ ഞാൻ കറങ്ങുന്നോ എന്നൊരവസ്ഥയിലേക്ക് പോകുന്നതാണ്. ജഡം ബലഹീനയാണ്, ജഡം ബലഹീനയാണ്. അതിനെ ജയിക്കണം. നിങ്ങളുടെ ജഡത്തെ നിങ്ങളിന്ന് ബലപ്പെടണം. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യണം? എൻ്റെ കുറിച്ച് ചില പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നിനും രണ്ടിനും പോകണം. അതൊരു ബലഹീനയാണ്. ഹല്ലേലൂയ. ചിലർക്ക് പെട്ടെന്ന് വരുമ്പോൾ ഒന്ന് കിടക്കണം, അതൊരു ബലഹീനയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മിസൈൽ ഒന്ന് അടിക്കും പോലെ അല്ലെങ്കിൽ മിന്നലൊന്ന് അടിക്കും പോലെയൊക്കെ തോന്നും, അതൊരു ബലഹീനയാണ്. തിരുവചനം വിളിച്ചിരുന്നു. ആ ബലഹീന ആര് ചുമന്നു? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ ചുമന്നു. നിന്റെ ബലഹീനയെ താങ്ങുക, നിന്റെ ബലഹീനയെ താങ്ങുക. നിനക്കാരുടെ യേശു ഉണ്ടെന്ന് പറ. ഞാൻ ബലഹീനയാണ്, എൻ്റെ യേശു ബലവാനാണ്. നമ്മൾ ബലഹീനയാണെങ്കിലും നമ്മുടെ കൂടെയുള്ള യേശു ബലവാന. മറക്കരുത്, ഞാൻ ബലഹീനാണ്. അപ്പ ഞാൻ ബലഹീനയാണ്, എനിക്ക് ബലഹീനയാണ്. എന്റെ കർത്താവ് ബലമുള്ളവൻ ബലമില്ലാത്തവനെ താങ്ങിയ ബലമുള്ള ഒരു ദൈവം ബലമില്ലാത്തവനെ താങ്ങുക. ഇതാ നിനക്ക് വേണ്ടി അവൻ ആമേൻ 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 അവൻ നിന്റെ ബലഹീനതകളെ ചുമന്നു. ക്രൂശിൽ അത് ചുമന്നു. നിന്റെ യേശുവിന് എടുക്കാൻ പറ്റാത്തൊരു ഭാരത്തെയാണ് ബലമില്ലാതെ നിന്റെ ബലഹീനത എന്താണ് ക്രൂശിൽ ചുമന്നത്. മറക്കരുത്. ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. ഇന്ന് പല ബന്ധനങ്ങൾ അഴിയാണ്. ഇത് പറയുമ്പോൾ തന്നെ ആമേ ചില ബലഹീനതകളെ എടുത്ത് മാറ്റുന്നുണ്ട്. നിന്റെ ചില ബലഹീനതകളെ സ്വർഗം പറയുന്നുണ്ട്, ഞാനിത് പൊട്ടിക്കും. ചില ബലഹീനതകളെ ഇന്ന് പറയുന്നുണ്ട് പൊട്ടിക്കും, ഞാൻ അതിനെ തകർക്കും. ഈ പൊട്ടിക്കും എന്ന് പറയുന്ന വാക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനത് പറയില്ല, എൻ്റെ വായിൽ നിന്ന് വീഴുന്നു. ഇതെനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പൊട്ടിക്കുന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് വീഴുന്നാൽ ചില സംഭവിക്കും. അതെന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ദേശത്ത് നിന്നിരുന്ന് പ്രാർത്ഥിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി 2 പൊട്ടി. ഞാൻ നിസ്സാരമായിട്ട് കണ്ടു. പ്രാർത്ഥനയില്ല, ചിലപ്പോൾ പൊട്ട് സാധാരണല്ലേ, ഞാൻ വലുതായിട്ട് കണ്ടില്ല. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ചെയ്ത് പൊട്ടട്ടെ എന്ന്. അന്നൊരു സ്റ്റാൻഡിൽ കുറേ മുട്ടയും കാര്യങ്ങളും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൂടെ അലമാരയും കൂടെ എല്ലാം തറയിൽ വന്ന് വീഴുന്നു. അതുകൊണ്ട് ഈ വാക്ക് എനിക്ക് ഇത്തിരി പേടിയാണ്. ഞാൻ ഭയപ്പം അങ്ങനെയാണ്. ഇന്ന് ധൈര്യത്തോടെ പറയും, ചില പൊട്ടട്ടെ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില കാര്യങ്ങൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ചില ബലഹീനതകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ചില തകരട്ട് കരം അടിച്ച് പറ, അതെടുത്ത് മാറിപ്പോട്ട്. യേശു നമുക്കായി ചുമന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10:3-8. അപ്പോസ്തല പ്രവൃത്തി 10:38 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10:38 വാക്യം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരിക്കുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നസറനായ യേശു പിന്നെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ
സ്നാനം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ യേശു യോർദാനിൽ സ്നാനപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. യോർദാനിൽ ആര് സ്നാനപ്പെട്ടു? യേശു സ്നാനപ്പെട്ടപ്പോൾ, സ്നാനം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, ശക്തി വന്നു. ഇത് അഭിഷേകം ചെയ്തു ദൈവം. ആര്? പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. അതാ അവനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ആര്? പിതാവ് പുത്രനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. ദൈവം കൂടെ ഇരുന്നാൽ എന്ത് ചെയ്യും? നന്മ ചെയ്യും. ഇന്ന് നന്മ ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ എന്ത് ചെയ്യും? നന്മ ചെയ്യും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഇത് പറയുമ്പോൾ കൈയടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ചിലർക്കൊന്നും കൈയൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ നന്മയും ചെയ്യണില്ല, ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വാങ്ങണേ ഉള്ളൂ, അങ്ങോട്ടൊന്നും ചെയ്യണില്ല പാസ്റ്റേ, ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളത് അങ്ങോട്ടാണ് പോകുന്നത്. ഇല്ല, നന്മ ചെയ്യണം. ഭജനം പറഞ്ഞു നന്മ ചെയ്തു, യേശു നന്മ ചെയ്തു. അടുത്ത് പറയുന്ന പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നില്ലയോ? ആമേ, ഹല്ലേലൂയ. ഇവിടെ പിശാച് ബാധിച്ചവരൊക്കെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം അപ്പോസ്തലന്മാർ നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് ദൈവ അഭിഷേകവും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ആമേ നന്മ ചെയ്തു, നല്ലത് ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. അടുത്ത് പിശാച് ബാധിച്ചവരൊക്കെയും അവ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആമേ. അതുകൊണ്ട് സഞ്ചരിച്ചു. ഇത് മൊത്തത്തിൽ ആമേ ഒരു ദൈവ സഞ്ചരിച്ചൊരു വിടുതൽ, നടന്നൊരു വിടുതൽ, സഞ്ചരിച്ച് യാത്ര ചെയ്തൊരു വിടുതൽ സംഭവിക്കുന്നു. യേശു യാത്ര ചെയ്യുന്നിടത്തൊക്കെ പോകുന്നിടത്തൊക്കെ പൈശാചിക ബന്ധനങ്ങൾക്ക് വിടുതൽ സംഭവിക്കുന്നുണ്ട്. അന്നും പൈശാചിക ബന്ധനങ്ങൾക്ക് ഒരു വിടുതൽ യേശു ആമേ ആമേ അവരെല്ലാവരെ സൗഖ്യമാക്കി. പിശാച് ബാധിച്ചവരെ യേശു പൂർണ്ണമായി വിടുവിക്കുന്നുണ്ട്. ഇന്ന് പിശാച് ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, യേശുവേ എന്നെ ഒന്ന് തൊടണമേ, തൊടണമേ, തൊടണമേ ഇന്ന് പറഞ്ഞ ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക. ഇന്നൊരു അത്ഭുതം ചെയ്യുവാൻ യേശുവിനെ കഴിയും. ആരെങ്കിലും പിശാച് ബാധിച്ച് നിന്റെ കുടുംബത്തിനകത്തോ പുറത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറ, എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് വരണമേ. യേശു സഞ്ചരിക്കുന്നുണ്ട്, യേശു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഇന്ന് സഞ്ചരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ശത്രു ആമേ പിശാച് ബാധിച്ച് ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ പറയുമെങ്കിൽ, യേശുവേ എന്റെ അടുത്ത് വാ, എന്റെ കുടുംബത്തിനകത്ത് വാ, എന്റെ തലമുറമേ പിശാച് ബന്ധിച്ചിരിക്കുന്നു. അനുഗ്രഹമില്ലാതെ ആ വ്യക്തിയെ തകർത്തുകൊണ്ട് അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇടപെടുക തന്നെ ചെയ്യും. ആര് പ്രാർത്ഥിക്കുമോ അവിടെ പ്രവർത്തിക്കുന്ന യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ സൗഖ്യമാക്കി. യേശു വന്ന ആമേ, യേശു വന്ന സൗഖ്യമാക്ക്, യേശു വന്ന ഓ സൗഖ്യമാക്ക്, സൗഖ്യമാക്ക്, സൗഖ്യമാക്ക്. യേശുവിന്റെ കരം, യേശുവിന്റെ മുമ്പില് അഴിയാത്തത് ഒന്നുമില്ല, യേശുവിന്റെ മുമ്പിൽ അഴിയാത്ത ഒന്നുമില്ല. ഏത് പിശാച് പിടിച്ചവനാലും അവിടെ താഴ്ന്നു വീഴും. അതാ യേശുവിന്റെ ശക്തി, 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 ശക്തി. കരമടിച്ച് അത് പിടിച്ചത് പ്രാവിന് കുടുംബത്തിന്റെ മേൽ ആരാധിക്കുമ്പോൾ പൈശാചിക മന്ത്രത്തിൽ വലിയ തീ വീഴുന്നുണ്ട്. പറയുമ്പോ തന്നെ ഒരു ആത്മസാന്നിധ്യം. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ദേശത്തിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നു. കർത്താവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവം സഞ്ചരിക്കുന്നുണ്ട്. ഓ ഓ ഓ ഓ ഓ ഓ സഞ്ചരിക്കുന്നു, യേശു സഞ്ചരിക്കുന്നു. ഒരിടത്ത് നിൽക്കുന്ന ദൈവമല്ല യേശു, ഒരിടത്ത് നിൽക്കുന്ന ദൈവമല്ല. ഇന്ന് മുറിഞ്ഞ വാൽ നിൽക്കുന്ന യേശുവല്ല, സകലത്തിൽ സഞ്ചരിക്കുന്ന യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരിടത്ത് മാത്രം നിൽക്കുന്ന ദൈവമല്ല. ഇന്ന് നിങ്ങളുടെ ആരാധിക്കുമ്പോ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഹല്ലേലൂയ നിങ്ങൾ പറ, എൻ്റെ കുടുംബത്തിനകത്ത് ഉള്ളതിനെ പിശാച് പിടിച്ചു വെച്ച് നിങ്ങളെ കരയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്ന് അവിടെ അഴിയും. യേശുവിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ യേശു ഒരിടത്ത് മാത്രമല്ല പ്രവർത്തിക്കുന്നത്,
മുറിഞ്ഞപാലത്തിനകത്ത് മാത്രമല്ല, തിരുവനന്തപുരം സിറ്റിക്കകത്ത് മാത്രമല്ല, ഏത് രാജ്യത്തിരുന്നാലും, ഏത് സംസ്ഥാനത്തിരുന്നാലും, ഏത് രാജ്യത്തിന്റെ ഏത് കോണിരുന്നാലും യേശുവിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. യേശുവിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. എന്നാൽ ആ ബന്ധനം അഴിക്കുവാൻ യേശുവിന്റെ മഹത്വത്തിന്റെ കരം അവിടെ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. അവൻ സഞ്ചരിച്ചു, അവരെ സൗഖ്യമാക്കി. പൈശാചിക ബന്ധനങ്ങൾ കുടുംബത്തിനകത്ത് കയറി കഴിഞ്ഞ ദൈവമക്കളെ, അത് വലിയൊരു ബന്ധനമാണ്. അതൊക്കെ എത്ര ട്രീറ്റ്മെന്റ് ഇല്ല, മെഡിക്കൽ പരമായി ട്രീറ്റ്മെന്റ് ഇല്ല. പൈശാചിക ബന്ധനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ എത്ര മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് വിടുതലില്ല. ആ പിശാചിനെ അടിച്ച് പുറത്താക്കിയാൽ മാത്രമേ പറ്റൂ. അത് യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഇവിടെ രോഗസൗഖ്യങ്ങൾ പല രീതിയിലാണ്. ചില രോഗങ്ങൾ ചില പിശാചിനാൽ വരും, അല്ലാതെയും വരും, പാപത്താലും വരും. നമ്മൾ താഴോട്ടൊക്കെ ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിന്റെ 13 ലൂക്കോസ് 13:11 മുതൽ 13 വരെയുള്ള വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. അവിടെ യേശുവിന്റെ സമയത്ത് 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച അവിടെ രോഗമാണ്. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ പിശാചിന് രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. 18 സംവത്സരമായി. ഹല്ലേലൂയ. ഒരു നടുവിൻ്റെ മേൽ ഈ 18 സംവത്സരം കൊണ്ട് ഈ അമ്മയ്ക്ക് നിവരാൻ പറ്റുന്നില്ല. ഈ അമ്മയെ രോഗത്തിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ രോഗം, നട്ടൻ്റെ മേൽ ബാധിച്ച രോഗത്തിൻ്റെ ചില കെട്ടുകൾ നിന്ന് പൊട്ടാൻ പോവുകയാണ്. നട്ടൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന നട്ടൻ്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ നിന്ന് പൊട്ടാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രയാസമാണ്. 1-2 ദിവസമല്ല അനുഭവിക്കുന്ന വേദന. 18 വർഷം കൊണ്ട് അനുഭവിക്കുന്ന വേദന എന്ന് പറയണത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. രോഗങ്ങൾ കൊണ്ടിട്ട് നടുവിൻ്റെ മേൽ അല്ലെ നട്ടൻ്റെ മേൽ രോഗങ്ങൾ കൊണ്ടിട്ട് ഈ കുനിഞ്ഞുന്ന അനുഭവത്തിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, ഏത് കാര്യത്തിനും ബുദ്ധിമുട്ടായി ആ അനുഭവത്തിലേക്ക് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ, അപ്പോൾ ദൈവത്തിൻ്റെ കർത്താവ് വന്നാൽ ഏതല്ല എത്ര വർഷമുള്ള ഒരു കാര്യം പറയാം, 18 എന്ന് പറയണമെങ്കിലും 100 വർഷം പഴക്കമുണ്ടെങ്കിലും എൻ്റെ കർത്താവിന് വിടുവിക്കുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. എത്ര പഴക്കമേറിയ രോഗമായാലും, എത്ര പഴക്കമേറി അത് കാലപ്പഴക്കം വന്ന രോഗങ്ങളെ ആർക്ക് കഴിക്കാൻ പറ്റും? യേശുവിന് കഴിയും. ഇവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാ ബാധിച്ചൊരു നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു. അമ്മേ, അപ്പോൾ ഈ കൂനിയെ കണ്ടിട്ട് യേശുവിന് വിളിച്ച്. ചിലതിനെ കണ്ടിട്ട് യേശു വിളിക്കാൻ പോവുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ചില കൂനിയായിരിക്കുന്ന നിവർക്കാൻ കഴിയാത്തവരെ യേശു ചിലരെ കണ്ട് വിളിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ അടുക്കലോട്ട് പോയല്ല, ചിലരെ യേശു വിളിക്കാൻ പോവുകയാണ്. ആമേ, ഹല്ലേലൂയ. അപ്പോൾ യേശു വിളിച്ചു, അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ. എൻ്റെ കർത്താവ് സ്ത്രീയെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും കർത്താവ് എന്ന് വെച്ചാൽ സകലത്തിൻ്റെ ഉടയവനാണ്. എൻ്റെ കർത്താവ് യേശു ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സകലത്തിൻ്റെ ഉടയവനാണ്. അമ്മോ, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു പറഞ്ഞത് കൈവച്ചതും ഒന്നായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്ന് പറയുമ്പോൾ ഈ വചനം ചാനലിലൂടെ കേൾക്കുമ്പോൾ പറ, നിന്റെ കൈ അവിടെ വയ്ക്കേ, ആ സെക്കൻഡിൽ ഒരു വിടുതൽ സംഭവിക്കും. നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. പലരും പറഞ്ഞു, നെയ്യാറ്റിൻകരയിൽ ഒരു അമ്മേനെ വിളിച്ചു പറഞ്ഞു, നട്ടലിൽ ക്യാൻസർ ബാധിച്ചു,
ഒരു വിശ്വാസിയാണ്, ഇരിക്കാൻ പറ്റുന്നില്ല, കിടന്നും കൊണ്ടാണുള്ള അവസ്ഥ. എന്നിടയ്ക്കിടയ്ക്ക് വിളിക്കും, പ്രാർത്ഥിക്കാൻ വിളിക്കും. അത് ഞാൻ ദൈവാത്മാവിനൊരു ആലോചന അവർ എഴുന്നേൽപ്പിക്കും. പൂർണ്ണ വിടുതലിട്ട് നട്ടലിൽ ക്യാൻസർ വന്ന ഒരമ്മ കിടപ്പാണ്, പക്ഷെ കിടന്നും കൊണ്ടാണ് അവർ ചാനലിലൂടെ എന്നെ കണ്ട് വിളിച്ചത്. ഇടയ്ക്കിടയ്ക്ക് വിളിക്ക്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. നട്ടല്ല ക്യാൻസർ അല്ല ഏത് വന്നാലും എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും. എൻ്റെ കർത്താവിന് കഴിയും. ഇതിനെക്കാട്ടി വലിയ വിടുതല യേശു കൊടുത്ത് കുഷ്ഠമര മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. മരിച്ചവനെ എഴുന്നേൽപ്പിച്ചതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതാ നട്ടല് സംബന്ധമായ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, എൻ്റെ യേശു നിങ്ങൾ അടുത്ത് വിളിക്കും. യേശു ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവ മക്കളെ, അല്ലെങ്കിൽ പ്രിയ കുടുംബങ്ങളെ, നിങ്ങളെ നോക്കി പറയുന്നുണ്ട്, നിന്റെ അവസ്ഥയെ എത്ര കാലപ്പഴക്കമെന്ന അവസ്ഥയായാലും ഒരു ദിവസം യേശു നിന്നെ അടുക്കൽ വിളിക്കുന്ന ദിവസമുണ്ട്. ആ പ്രതീക്ഷയോടെ ഇരി. യേശു ഒരു ദിവസം നിന്നെ അടുക്കൽ വിളിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ഇരി. അല്ല രോഗം വന്നു, നട്ടൽ വളഞ്ഞു, അയ്യോ എനിക്ക് ജീവൻ മുഴുവനും ഇനി വളഞ്ഞേ ഇരിക്കത്തുള്ളൂ, നിവരത്തില്ലെന്ന് പറഞ്ഞ ലോകം പറയും. ലോകം എങ്ങനെ പറയും? നിന്റെ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ കുനിഞ്ഞു പോകത്തുള്ളൂ, വളഞ്ഞേ ഇരിക്കത്തുള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞാലും ഇതിൻ്റെ മേൽ അവകാശം ആർക്കാ? ദൈവത്തിനാ. ആമേ. നമ്മുടെ മേൽ അവകാശം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ആ അവകാശമുള്ളവൻ്റെ മേൽ പറയുന്നു, ഇന്ന് അവൻ്റെ മേൽ കൈവയ്ക്കുകയാണ്. അടുത്ത് വിളിച്ചിട്ട് ആ രോഗത്തിൻ്റെ ബന്ധനം അഴിക്കുവാൻ ആമേ ആർക്ക് അവകാശമുണ്ട്? ആമേ സകലത്തിൻ്റെ മേൽ അവകാശമുള്ളത് ആര്? നമ്മുടെ കർത്താവായ യേശുവിന് അവകാശമുള്ളത് കൊണ്ട് അതിൻ്റെ മേൽ കൈവച്ചു, ക്ഷണത്തിൽ കൈവച്ചു. ആ വെച്ച സമയത്ത് നിവർന്ന് യേശു കൈവച്ചത് ആമേ 18 വർഷം ശത്രു വളച്ചു വെച്ചതിന് എൻ്റെ കർത്താവ് നിവർത്തിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടു. ഇന്ന് പലതും നിവർത്തിക്കുന്ന നിമിഷമാണ്, ഇന്ന് പലതും നിവർത്തിക്കുന്ന സെക്കൻഡുകളാണ്. പറയുമ്പോൾ ദൈവ സാന്നിധ്യം, ഒരു ആത്മ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇന്ന് ആരെങ്കിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് എവിടെയെങ്കിലും ചാനൽ കേൾക്കുന്നവരെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പറ, എന്റെ യേശുവേ. ഒന്ന് വിളിച്ചോ, 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 ഒന്ന് നിലവിളിച്ചോ. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനവധി 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 വ്യക്തികൾ ഉണ്ടെന്നറിയാം. അസ്ഥല പൗഡമരാജപദീന രഗനെ, അസ്ഥല പൗഡമരാജപദീന രഗന. ഹല്ലേലൂയ. 18 വർഷത്തെ വേദന, 18 വർഷത്തെ വേദന എന്റെ ദൈവം ഒരു സെക്കൻഡ് കൊണ്ട് വിടുതൽ നൽകുന്നു. 18 വർഷത്തെ പ്രാർത്ഥനാ വിഷയം എന്റെ ദൈവം ഒരു സെക്കൻഡിൽ മറുപടി തരും. നിങ്ങൾ എത്ര വർഷത്തെ കാലപ്പഴക്കമെന്നതോ, നിങ്ങൾ 18 വർഷമോ 10 വർഷമോ 25 വർഷമോ അല്ല 38 വർഷമോ എത്ര വർഷം വന്നാലും എൻ്റെ ദൈവത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് അഴിക്കാൻ പറ്റും. അത് പറ, യേശു എൻ്റെ അടുക്കൽ വരുന്നൊരു ദിവസമുണ്ട്. നിനക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശു നിന്നെ വിളിക്കും. ആ സെക്കൻഡ് പറ, ഞാൻ പോകും. യേശു വിളിച്ച കൂനി 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 ആയാലും ഞാൻ പോകും. എൻ്റെ യേശു നിവർത്തിക്ക്. നീ വിശ്വസിക്ക്. യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. അവൻ സകലത്തിന്റെ മേൽ രക്ഷകനാണ്. വിടുവിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കുനിഞ്ഞു പോയോ? നിങ്ങളുടെ ജീവിതം ആമേ രോഗാത്മാവോട് തളർത്തി വെച്ചോ? നിങ്ങളുടെ ജീവിതങ്ങൾ നട്ടലിന്റെ മേൽ ഭാരം കയറ്റി വെച്ചോ? ചിലർ പറയും, അയ്യോ ഭാരം ചുമന്ന് വന്ന് ഞങ്ങളെ കുറുക്കെല്ലാം വളഞ്ഞു. ഇന്ന് ചില അതിൻ്റെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ചില അതിൻ്റെ മേൽ ചില സംഭവിക്കുന്ന വിടുതൽ സംഭവിക്കുന്നുണ്ട്. രോഗബന്ധനം അഴിക്കുന്നു എന്നവർ അവരുടെ മേൽ കൈവച്ചു. അതാ ചില ദൈവം കൈവയ്ക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ കൈവയ്ക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കൈവയ്ക്കും എന്ത് ചെയ്യും? ശക്തി വന്നിറങ്ങും. ശക്തി വന്നിറങ്ങും എന്ത് ചെയ്യും? ചിലരങ്ങ് വീഴും. ഹല്ലേലൂയ. ചില വേറെ പ്രശ്നമൊന്നുമില്ല, ശക്തിയുടെ മുമ്പിൽ ആമേ നിൽക്കാൻ പറ്റത്തില്ല, അവർ വന്ന് വീഴും. ഹല്ലേലൂയ. വീഴുന്നത് വലിയ വിടുതലിന് കാരണമാണ്. ഹല്ലേലൂയ. ആ ശക്തി ശരീരത്തിൽ വരുമ്പോൾ വലിയൊരു മറക്കം സംഭവിക്കുക. ഹല്ലേലൂയ. വലിയ വിടുതലിന് കാരണമാകും. അവർ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തിന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവം തന്ന വിടുതലിനായി കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ഇത് പറയുമ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19
11 മുതൽ 12 വാക്യം. പൗലോസ് ചെയ്ത അടുത്തൊരു സൗഖ്യത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോസ്തല പ്രവൃത്തി വായിച്ചത്. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുവാനിട വന്നു. പൗലോസ് ചെയ്ത അസാധാരണമായി എന്നുവെച്ചാൽ അവിടെ വീര്യപ്രവൃത്തി ചെയ്യുവാൻ അവൻ്റെ മേൽ നിന്നും റൂമലും ഉത്തരവും രോഗിയുടെ മേൽ കൊണ്ടിട്ടു വന്നിടുകയും വ്യാധികൾ ഈ ഉത്തരവും റൂമലും കൊണ്ട് രോഗിയുടെ മേൽ, ഇപ്പം കൈയല്ല കർത്താവ് കൈവച്ചു, ചില വസ്ത്രങ്ങൾ റൂമലുകളും അതുപോലെ തന്നെ ഉത്തരവും കൊണ്ടിട്ടപ്പോൾ രോഗിയുടെ മേൽ കൊണ്ടിട്ടപ്പോൾ അവിടെ എന്തു സംഭവിച്ചു? അവിടെ അപ്പോൾ വ്യാധികൾ, പല വ്യാധി പിടിച്ചവരെ അവരെ വിട്ടുമാറുകയും ഹല്ലേലൂയ, പല വ്യാധികളാൽ പല പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദുരാത്മാക്കൾ ഹല്ലേലൂയ, ദുഷ്ടശക്തികൾ വ്യാപിച്ചിരുന്നല്ല ശരീരത്തെ വിട്ടുമാറുകയാണെന്ന് പ്രാർത്ഥിച്ച റൂമലുകൾ വസ്ത്രം ഇടുമ്പോൾ അതിൻ്റെ മേൽ പൗലോസ് ചെയ്ത മറ്റൊരു ശുശ്രൂഷയാണ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്തപ്പോൾ റൂമല് രോഗിയുടെ മേൽ കൊണ്ടിട്ടപ്പോൾ റൂമൽ കൊണ്ടിട്ട് അതിനെ ഉത്തരീയം കൊണ്ടിട്ട് ഇതിട്ട സമയത്തൊക്കെ സൗഖ്യങ്ങൾ നടന്നു. ഹല്ലേലൂയ, ദുരാത്മാക്കൾ പുറപ്പെടുന്നു. ഹല്ലേലൂയ, അതാ നടന്നു പോകുമ്പോൾ ചില വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുമ്പോൾ ചില വിടുതൽ യേശുവിന്റെ വസ്ത്രത്തില് 12 വർഷം രക്തസ്രാവയുടെ വസ്ത്രത്തിന്മേൽ വ്യാപരിച്ചതുപോലെ ഒരു വസ്ത്രത്തിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ചില തുണി കഷ്ണത്തിലൂടെ അതാ റൂമലുകളോ ഉത്തരീയത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പ്രാർത്ഥിച്ച ചില ഷാളുകൾ, ചില പ്രാർത്ഥിച്ച റൂമലുകൾ നിങ്ങളുടെ മേൽ കൊണ്ടിടുമ്പോൾ ചില രോഗികൾ സൗഖ്യത്തോടെ എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെയും വസ്ത്രത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദുരാത്മാക്കളൊക്കെ പുറപ്പെടുന്നുണ്ട്. രോഗികൾ എഴുന്നേൽക്കുന്നുണ്ട്. വസ്ത്രത്തിലൂടെയോ ദൈവശക്തി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തോടെ ഹല്ലേലൂയ പൗലോസ് ചെയ്തപ്പോ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. സങ്കീർത്തനം 103 വാക്യം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യം, നിന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ സകലത്തിന് ആർക്ക് കഴിയും? യേശുവിന് കഴിയും. അങ്ങനെയാണ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു യേശു ഇതിനകത്ത് വന്നതിനായി സ്തോത്രം ചെയ്യണം. യേശുവിന് സൗഖ്യം തരാൻ പറ്റും. ഇത് പറയുമ്പോൾ നീ രോഗിയായിട്ടാണ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് രോഗിയായിട്ടാണ് നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ നീ രോഗിയാണെങ്കിൽ നിന്റെ അകൃത്യത്തിന്റെ പാപത്തെ മോചിപ്പിക്കുക യേശുവിന് കഴിയും. ഇന്ന് നിങ്ങളുടെ പാപത്താലും നിങ്ങളുടെ അകൃത്യം, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് പോയ ചിലവർക്ക് പ്രവൃത്തി ദോഷം കൊണ്ട് ചില കഷ്ടത വന്നിട്ടുണ്ട്. പ്രവൃത്തി ദോഷം കൊണ്ട് ഇന്ന് അതിനെന്ന് ഏറ്റു പറയുമെങ്കിൽ, കർത്താവേ ഒരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ഇന്ന് തെറ്റ് പറ്റിപ്പോയി, ചിലതൊക്കെ രോഗികളായി തീർന്നിരിക്കുന്നു. യേശുവിന് സകലതും കഴിയും ഈ പാപത്തെ മോചിക്കുവാൻ. ഒന്ന് നിങ്ങൾ മനസ്സിന് ഒന്ന് ദൈവകരങ്ങൾ കൊടുക്കുമെങ്കിൽ, നിങ്ങളുടെ മനസ്സുകളെ ഒന്ന് ദൈവകരങ്ങൾ കൊടുക്കുമെങ്കിൽ, നിങ്ങൾ അകൃത്യങ്ങളെ തെറ്റുകളെ തിരുത്തുവാൻ നിങ്ങൾ തിരുത്തുവാൻ തയ്യാറാണെങ്കിൽ യേശു നിങ്ങൾക്ക് സൗഖ്യങ്ങൾ തരുവാനിട വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല രോഗങ്ങളെയും അവ സൗഖ്യമാക്കി. നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ചിലർ പറയും എന്തൊക്കെ രോഗമുണ്ട് പാസ്റ്റർ? ചോദിക്കും സിസ്റ്റർ എന്തൊക്കെ രോഗമുണ്ട്? എനിക്ക് കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്, ഷുഗറുണ്ട്, BP ഉണ്ട്, പിന്നെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, പറയാത്ത എല്ലായിടത്തും പ്രശ്നമാണ്. എന്തൊക്കെയാണ് ഗുളിക കഴിക്കുന്നത്? ഒരു ബോക്സ് കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് കൊണ്ടുപോലെ ഒരു പെട്ടി ഒരു ടിഫിൻ കൊണ്ടുപോകുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോവുകയാണ് ചില ഗുളിക. ആ ഗുളികയ്ക്ക് ഒരു അറുതി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ സകലത്തെ സൗഖ്യമാക്കുന്ന പറ, ഈ മെഡിസിനെ മാറ്റിവെക്കോ, ഈ മെഡിസിനെ മാറ്റിവെക്കോ, യേശുവിനെ സൗഖ്യം തരാൻ പറ്റും. ഇത് പറയുമ്പോ നിങ്ങൾ കുടുംബത്തിനകത്ത് രോഗിയായിട്ട് കിടക്കുന്ന ആ വ്യക്തികളെ ദൈവകരങ്ങൾ കൊടുത്ത് പറ, എന്റെ യേശുവിനെ സകല രോഗങ്ങളെയോ സൗഖ്യമാക്കുക. സകല രോഗങ്ങളും, ഒരു രോഗമല്ല സകല രോഗങ്ങളെയോ ഏത് രോഗത്തെ മാറ്റുവാൻ, ഏത് രോഗത്തെ മാറ്റിമറിക്കുവാൻ, അതിന് സൗഖ്യം തരുവാൻ സൗഖ്യദായകന് കഴിയും. യേശു സകലവരെയും സൗഖ്യമാക്കി. അത് പിടിച്ചട്, അതിനെ പിടിച്ചട്, അതെനിക്ക് വേണം. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടു.
നിങ്ങൾ യേശുവിന്റെ കരങ്ങളെ കൊണ്ട്. ഇതിനകത്ത് കേൾക്കുമ്പോൾ രോഗിയാണ്, ഇന്ന് ഒന്നല്ല മറ്റൊരു വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അയ്യോ കണ്ണ് കണ്ടുകൂടാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കണ്ണിന്റെ ഓപ്പറേഷനായിട്ട് കടന്നു പോയിട്ട് പറഞ്ഞു, അയ്യോ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു കണ്ണിന് ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഡോക്ടർമാർ പറയും കാഴ്ച കിട്ടുമെന്ന്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച കൂടെ പോയി. അവർ പറയുകയാണ്, എനിക്ക് നിങ്ങളിനി എങ്ങനെ കാണും? ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വലിയ പൈസ കൊണ്ട് സാമ്പത്തികം മുടക്കിയാണ് ചെയ്തിട്ട് കാഴ്ച കിട്ടും. ഡോക്ടറിൻ്റെ വാക്ക് വിശ്വസിച്ചു. പക്ഷേ അവർക്ക് പൂർണ്ണമായി ദൈവകരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. എത്ര ലക്ഷം രൂപ മുടക്കിയാൽ അവസാനം ഡോക്ടർമാർ പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. എത്ര ലക്ഷം രൂപ മുടക്കി വെച്ചാലും യാതൊരു ഡോക്ടർ ഞങ്ങൾ ചെയ്തു. നിങ്ങളെ സാമ്പത്തികം കൊണ്ട് പഠിച്ച പണിയെല്ലാം നല്ല അമേരിക്കയിൽ നിന്ന് ഡോക്ടർമാർ വന്നാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം പറയുന്നു, അമേരിക്കയിലെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു അമേരിക്ക നല്ല ഡോക്ടറില്ല, മലയാളികളാണ് അവിടുത്തെ ഡോക്ടറെന്ന്. സത്യം, നമ്മുടെ മലയാളികളാണ് അമേരിക്കയിൽ ഡോക്ടർമാരുള്ളത്. നമ്മൾ അമേരിക്ക ട്രീറ്റ്മെൻറ്റ് പോകണ്ട, ഇവിടുത്തെ മലയാളികളാണ് അമേരിക്കയിൽ അവിടെ നോക്കുന്ന ഡോക്ടർമാരായിട്ട്. അവിടുത്തെ അമേരിക്ക ഡോക്ടർമാർക്ക് അത്ര ബുദ്ധി അത്ര ഇല്ലാത്ത ഇവിടുത്തെ ഡോക്ടർമാരെ വിലയ്ക്ക് എടുത്തിരിക്കുക. അല്ലേലും അപ്പോൾ എത്ര മിടുക്കനായ ഡോക്ടറായാലും ചില കാര്യം ചെയ്തിട്ട് പറയും നിങ്ങളിഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ചെയ്തു. ഇതാ പറഞ്ഞു, ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ദൈവമക്കളെ, നമുക്ക് ആശുപത്രി പോകലെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ പവർ ഉണ്ടെങ്കിൽ, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതം ചെയ്യാനൊരു കർത്താവാണ്. അതാ വചനം പറയാം, സകല രോഗങ്ങളെയും അവ സൗഖ്യമാക്കി തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് സകല രോഗത്താൽ കടന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളെ രോഗത്തിന്റെ കെട്ടഴിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുവാൻ എൻ്റെ യേശുവിനെ കഴിയുമെന്ന് തിരുവചനം വിളിച്ചു പറയുകയാണ്. നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളെ യേശു പൊട്ടിക്കുന്നു. രോഗിയാണ് പറ, അത് യേശു സൗഖ്യമാകുന്നുണ്ട്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എല്ലായിടവും പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു വ്യക്തിയെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പ്രശ്നമാണ്. ചിലർക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ചിലർക്ക് 2 പ്രശ്നമേ ഉള്ളൂ, ചിലർക്ക് 3 പ്രശ്നമേ ഉള്ളൂ. ചില വ്യക്തിയെ നോക്കുമ്പോൾ എല്ലായിടവും പ്രശ്നമാണ്. എൻ്റെ കർത്താവിന് ഒരു പ്രശ്നമുണ്ടെങ്കിലും 2 പ്രശ്നമുണ്ടെങ്കിലും 18 പ്രശ്നമുണ്ടെങ്കിലും അഴിയിക്കാൻ പറ്റിയ കാര്യമാണ്. നിന്റെ സകല വിഷയത്തിന്റെ മേൽ സകലത്തിന്റെ മേൽ പ്രാർത്ഥിക്കുന്ന, സകലത്തിന് മേൽ പ്രവർത്തിക്കുന്ന, നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉള്ളതിനാൽ പറ, ഞാൻ ജയമെടുക്കും. ഇത് പറയുമ്പോൾ ശരീര കെട്ടുകൾ അഴിയാണ്. നിങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വം കൊടുക്കുമ്പോൾ ആമേൻ പറയണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ രോഗത്തിന്റെ കെട്ടഴിയാണ്. ഞാൻ പറയുമ്പോൾ ആമേൻ, യേശു കഴിക്കും, ആമേൻ, യേശു വിടുവിക്കും, ആമേൻ, യേശു അത്ഭുതം ചെയ്യും, ആമേൻ. എല്ലാം ആമേൻ, 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 ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. യേശുവിന്റെ കരം നിന്റെ മേൽ വരുന്നുണ്ട്. യേശുവിന്റെ കരം, വിടുവിക്കുന്ന കരം. ഇന്നത്തെ ദിവസം കളയല്ലേ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം കളയരുത്. ഈ വർഷത്തിന്റെ വിടുതലിന്റെ ദിവസമാണെന്ന്. ഇത് അലസ്യമായിട്ടിരിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഇരിക്കുന്നവരോട്, ചാനൽ കേൾക്കുന്നവരെ പറയുകയാണ്, ഈ വചനം കേട്ടിട്ട് ആത്മഭാരത്തോടെ പറയുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്നും ആത്മാവിനോട് പറയുന്നു. ഈ വചനം കേൾക്കുന്നവരോടും, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ചാനൽ കൊടുക്കുന്ന ലോകമെമ്പാടും പറയുക, യൂട്യൂബിലായാലും ഏത് മീഡിയയിലൂടെ കേൾക്കുന്നവർ പറയുക, നിങ്ങൾ ഈ വചനം കേട്ടിട്ട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചിട്ട് ഒരു ചെക്കപ്പിനായിട്ട് കടന്നു പോ. പൂർണ്ണ വിടുതൽ. നിങ്ങൾക്ക് തെളിവ് നിങ്ങൾക്ക് അടുത്ത് അറിയണമെങ്കിൽ ഒരു സ്കാൻ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ഒരു റിപ്പോർട്ട് എടുക്കണം, ഇത് ഉണ്ടോ ഇല്ലയെന്ന്. ലാബിലോ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. കാര്യം തന്നെ, നിങ്ങൾക്ക് അതിന് ഉറപ്പ് വരുത്തണം. ഇത് കേട്ടവർക്ക് ഇതൊരു ഉറപ്പ് വരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. എൻ്റെ ശരീരത്തിലെ രോഗത്തിന്റെ കെട്ടുകളെ യേശു അഴിച്ചിരിക്കുന്നു. ഇത് വിശ്വാസത്തോടെ പോണം, സംശയത്തോടെ അല്ല.
പൂർണ്ണ വിശ്വാസത്തോടെ പോകണം. യേശു എനിക്കൊരു സൗഖ്യം തന്നിട്ടുണ്ട്, ഞാൻ അതിനെ നിലനിർത്തും. ആമേ ആരാധിച്ച് ആമേ പറഞ്ഞ് അതിന് നമ്മൾ ഉറപ്പ് വരുത്തണം. യേശു എന്ന സൗഖ്യത്തെ നിലനിൽക്കുവാനിട വരും. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം 5:17 യേശു ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലും സകല ഗ്രാമത്തിൽ നിന്നും ജെറുസലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നു. എന്നാൽ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ കൂടെ ഇരുന്നു. എന്നാൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന സമയത്ത് കർത്താവിൻ്റെ ശക്തി സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. യേശു കൂടെ ഉള്ളിടത്ത് യേശുവിൻ്റെ ശക്തിയും കൂടെയുണ്ട്. ആമേ ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദന്മാരും ഗ്രാമത്തിലെ സകലവരും ജെറുസലേമിൽ നിന്ന് വന്നവരുടെ പരീക്ഷ എല്ലാവരുടെ കൂട്ടത്തിൽ ആമേ യേശു ഇരുന്ന സമയത്ത് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ട്. നമ്മൾ ആരാധിക്കുമ്പോൾ സൗഖ്യം ഇറങ്ങും. നിങ്ങൾ ആരാധിക്കുമ്പോൾ ശക്തി ഇറങ്ങും. അതാണ് നിങ്ങൾ ആരാധിക്കണമേ. ആരാധന സമയത്ത് ആരും ഉറങ്ങിപ്പോകരുത്. ആരാധിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകരുത്. നിങ്ങളെ പിശാച് ജീവിതമേ അങ്ങ് ഉറക്കിക്കളയും, പിന്നെ ഉണർത്തൂല്ല. അതാണ് ആരാധിക്കുന്ന സമയത്ത് ഉറങ്ങിയ ജീവിതകാലം മുഴുവൻ അങ്ങ് ഉറക്കി അങ്ങ് കിടത്തും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി ആരാധിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങും. ഇപ്പൊ സ്തുതിക്കുമ്പോ നമ്മൾ കരമടിക്കുമ്പോ നിങ്ങൾ പറയും ഇത് എവിടെ പോയി തപ്പും? ഇല്ല, നമ്മുടെ മധ്യ വന്നിട്ടുണ്ട് ഒരു അസാധാരണമായ ശക്തി. യേശുവിന്റെ ശക്തി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്തൊക്കെ സാക്ഷിയായിട്ട് എഴുന്നേൽപ്പിക്കും ദൈവമക്കൾ. ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് നിങ്ങളെ സാക്ഷിയായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. പറ, ഞാൻ സാക്ഷിയായിട്ട് നിൽക്കും ദൈവ സന്നിധിയിൽ. എനിക്കൊരു സൗഖ്യം തന്നാൽ, എന്നെ വിടുവിച്ചു കഴിഞ്ഞാൽ, എന്റെ കർത്താവിന് സൗഖ്യം തന്നാൽ ഞാൻ ഒരു സാക്ഷിയായിട്ട് തീരും. ആമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ശക്തി, സൗഖ്യമാകാൻ കർത്താവിന്റെ ശക്തി അവന്റെ കൂടെ ഇരുന്നു. ആമേ. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 9:11 മുതൽ 12 വരെയുള്ള വാക്യം. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ നീ എഴുന്നേറ്റ് ചെന്ന് നേർവീതിയായ തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർശീസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്നു താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 9:17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന്, അങ്ങനെ ദൈവം ഒരു അരുളപ്പാട് അനന്യാസ് പറയുകയാണ്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു, അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം എടുത്തു പറയുമ്പോ കണ്ണിനകത്തൊരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണിനകത്തൊരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു, അവന്റെ മേൽ കൈവച്ചു. അവിടെ കൈവച്ചിട്ട്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച്, കാഴ്ച മാത്രമല്ല പ്രാപിക്കണത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ. ചിലതിന് കാഴ്ച മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ. ഇതാ കൈവയ്ക്കുമ്പോ 2 കാര്യം സംഭവിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട കാഴ്ച. അനന്യാസിന്റെ ജീവിതത്തിൽ അനന്യാസ് കൈവച്ചപ്പോ ദൈവം 2 കാര്യം അനന്യാസിലൂടെ ചെയ്യുന്നുണ്ട്. ശൗൽ എന്ന് പറഞ്ഞ ആരാണ്? പൗലോസ്. ഇപ്പൊ പൗലോസ് ആയില്ല. കണ്ണിന്റെ കാഴ്ച ഇടയ്ക്ക് വെച്ച് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ആരാധിക്കുന്നവനെ പിടിച്ച് കെട്ടി റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പത്രവും വാങ്ങിച്ച് ആമേ കുതിരപ്പുറത്ത് വന്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച്
കർത്താവ് അടിച്ചു തള്ളിയിട്ടു. ഹല്ലേലൂയ. അവിടെ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച ഉണ്ടായിരുന്നു, കാഴ്ച ദൈവം എടുത്തു കളഞ്ഞു. ഇത് കാഴ്ച നഷ്ടപ്പെട്ട് തപ്പുകയാണ്. എന്നിട്ട് ദൈവത്തിന് വേണ്ടി ഒരു അവിശ്വാസിയായിരിക്കുന്ന വ്യക്തിയെ പുറത്തുള്ള കാഴ്ച അങ്ങ് എടുത്ത് കളഞ്ഞു, കാണാതെയാക്കി. എന്നിട്ട് 3 ദിവസം കാഴ്ചയിലായിരുന്നു. ദൈവം അടുത്തൊരാളിന്, ഈ വ്യക്തിയെ ശൗലിന് ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു അവിശ്വാസിയായിരിക്കുന്ന വ്യക്തിയെ ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും അവിശ്വാസിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുക, പറ, ദൈവത്തിന് നിന്നെ ഉദ്ദേശമുണ്ട്. കൈ ഓടിച്ച് പറ, നിങ്ങളെല്ലാവരും കൈ പിടിച്ച്, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കൊടു ധൈര്യമായിട്ട്, ഞാനൊരു അവിശ്വാസിയായിരുന്നു, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. എനിക്കൊരു കൈ, ഞാനൊരു അവിശ്വാസിയായിരുന്നു, ആമേ, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു അവിശ്വാസിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കാഴ്ച അങ്ങ് പുറമേന അടിച്ച് കളഞ്ഞു. പക്ഷേ ആത്മകണ്ണൂടെ അങ്ങ് തുറക്കണം. ചിലതിനൊക്കെ പുറമേക്ക് നല്ല കാഴ്ചയാണ്, ഉൾക്കാഴ്ചയില്ല. അപ്പോൾ ഈ പുറത്തുള്ള കണ്ണും കൊണ്ടാണ് കിടന്ന് ചാട്ടം. ഒന്നും കൊണ്ട് ചാടണ്ട. പുറമേ കണ്ടും കൊണ്ട്, ഈ കാണുന്ന എല്ലാം കണ്ടും കൊണ്ട് ഉണ്ടവൻ ചാടണ്ട. ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഒരു പൊടി വന്ന് വീഴുന്നാൽ തീരുന്ന ജീവിതമേ ഉള്ളൂ. ആമേ, ഹല്ലേലൂയ. ഇതാ ക്രിസ്ത്യാനികളെ ഇപ്പം പിടിച്ച് കെട്ടിക്കൊണ്ട് ഇപ്പം അവരെ കൊന്നല്ല ഒതുക്കാന്ന് പറഞ്ഞ ആരിലോ ഉദ്ദേശമായിരുന്നു? ശൗലിൻ്റെ ഉദ്ദേശമായിരുന്നു. അങ്ങനെ കുതിരയുണ്ട്, അപ്പം വലിയ കോടീശ്വരനാണ്, കപ്പലുണ്ട്, എല്ലാ സൗഭാഗ്യവും കോടീശ്വരൻ്റെ മോനാ. അതുകൊണ്ട് വളരെ ന്യായപ്രമാണം പഠിച്ചവൻ, എല്ലാ അറിവും ജ്ഞാനും എല്ലാം ഉള്ള വ്യക്തിയായിരുന്നു ശൗല്. പണ്ഡിതനാണ്. പക്ഷെ ദൈവസന്നിധിയിൽ എത്ര പണ്ഡിതനെന്ന് പറഞ്ഞാലും ദൈവമക്കൾക്കെതിരായിട്ട് കൈ ചൂണ്ടിയാൽ, കൈ വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പടിയിൽ അങ്ങ് വീണു ദൈവം. കുതിരപ്പുറത്ത്, സ്വന്തം കുതിരപ്പുറത്ത് ടക് 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 ചാടി ചാടി വന്നു. ദൈവം വന്ന് ഒരു തട്ട്, ചെറിയൊരു തട്ട് മൂട്ടി വീഴുന്നു. വെറുതെ അല്ല, എന്നിട്ടുള്ള കാഴ്ച എടുത്ത് കളഞ്ഞു. പിന്നെ കാഴ്ച കഴിഞ്ഞ് യാത് കുതിരപ്പുറത്ത് പോകും? ആരെ പുറത്ത് ഇപ്പോൾ കുതിര കയറാൻ പോകും? കുറെ കുതിരങ്ങൾ എല്ലാവരും പറയും, എൻ്റെ പുറത്ത് കുതിര കയറാൻ വാ. കാഴ്ച ഉള്ളുകൊണ്ടല്ലേ കയറാൻ പോണത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് അറിയാം, ഇവന് കുഴപ്പം കാഴ്ചയാണ് കുഴപ്പം. ഇത് ഉള്ളത് കൊണ്ടാണ് ഇത്തിരി ചാട്ടം. ചാടിക്കോ, നല്ലപോലെ ചാടിക്കോ. ഒരു ദിവസം അടിച്ചിടുന്ന ദിവസം വരും. ഹല്ലേലൂയ, ആമേ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയണത് കാഴ്ച എടുത്തു കളഞ്ഞു. 3 ദിവസത്തെ കണ്ണ് കണ്ണുടതാക്കി. എന്നാൽ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു ഈ ശൗലിൻ്റെ മേൽ. ഇത് പറയുമ്പോൾ ശൗലിൻ്റെ അവിശ്വാസത്തിൻ്റെ കാഴ്ചയായിരുന്നു നഷ്ടപ്പെട്ടത്. പുറമേ ഉള്ള കാഴ്ച പലവർക്കും പുറമേ ഭയങ്കര കാഴ്ചപ്പാടും ഭയങ്കര ഇതാണ്. പക്ഷെ ഇതിനെ ഇന്ന് ദൈവം എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് നഷ്ടപ്പെടണം. ഞാൻ പറയും, ഈ കാഴ്ച പോകണം, ഈ കാഴ്ച പോകണം. പുറമേ ഉള്ള കാഴ്ചകളെല്ലാം നഷ്ടപ്പെടണം. നഷ്ടപ്പെട്ടാൽ മാത്രമേ അകത്തുള്ള കാഴ്ച വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ പുറമേയുള്ള കാഴ്ചയെല്ലാം, സ്വന്തം കാഴ്ച എന്ന് പറഞ്ഞെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അനന്യാസ് എന്ന ദൈവദാസനെ ദൈവാത്മാവ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, നിന്റെ അടുത്ത് പോകണം, ശൗലിന് പോകണം. അപ്പോൾ അവിടെ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ശൗല് ചോദിക്കുന്നു, ഇവൻ നമുക്ക് ഉപകാരമല്ല, ഉപദ്രവിയാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. കർത്താവേ, ഞാൻ പോണോ? നമുക്കെതിരെ ദ്രോഹം ചെയ്തവനാ. ഇന്ന് പലരും ദ്രോഹം ചെയ്തവരാ കർത്താവിന് വേണ്ടി പ്രയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് വന്ന സമയത്ത് അവിടെ ശൗലിൻ്റെ മേല് പുറമേയുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ ശൗലിനെ അയക്കുന്നു. അവിടെ വന്ന സമയത്ത് സഹോദര, അടുത്തൊരു ശൗലേ, പേര് പറഞ്ഞു ശൗലേ, സഹോദര. ദൈവം പറഞ്ഞപ്പോഴാ സഹോദര എന്ന് വിളിക്കാൻ തുടങ്ങിയത്. നിന്റെ ശത്രുവിന് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഇപ്പം കാഴ്ചയുള്ള സമയത്ത് ഏറ്റവും അനുഗ്രഹം ഭയങ്കര അല്ലേ, വില്ലാളിയായിട്ട് വില്ലനെ അടുത്ത് നിന്നിട്ട് അല്ലാത്ത രീതിയിൽ ദൈവം പറയാതെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? യാതൊരു രീതിയിൽ വിളിക്കുമായിരുന്നു. ദിവാരം പറ, കർത്താവ് ഇടപെടാതെ, കർത്താവ് യേശു ക്രിസ്തു ഇടപെടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നനെ? ദൈവം ഇടപെട്ടപ്പോൾ ഇത് എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നു എന്ന് കേട്ടപ്പോൾ നമുക്കെതിരായിരുന്ന ശത്രുവിനെയാണ്
ദൈവം പറഞ്ഞ് നിന്നെ മിത്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അനന്യാസ് എന്ന ദൈവദാസൻ പറയുന്നു, ശൗലേ സഹോദരാകുന്നു. ആമേ ഹല്ലേലൂയ. വിളി മാറുന്ന കണ്ടോ? ചില മാറ്റങ്ങൾ വരുന്നത് കണ്ടോ? ചില മാറ്റങ്ങൾ വരുന്നത് കണ്ടോ? ആ മാറ്റങ്ങൾ വരുന്ന ദൈവദാസൻ മാറ്റം വരുന്നുണ്ടോ? ഇന്ന് നിനക്ക് ഒരു കാഴ്ച പ്രാപിക്കുന്ന മുമ്പ് നീ എൻ്റെ സഹോദരനായി മാറുന്നുണ്ട്. അതാ ആത്മീയമായ ദൈവ സന്തോഷം അനുഭവിക്കുമ്പോ നീ എൻ്റെ സഹോദരിയായി മാറുന്നുണ്ട്, സഹോദരനായി മാറുന്നുണ്ട്. അവിടെ പറഞ്ഞു, സഹോദര നീ കാഴ്ച പ്രാപിച്ചു. കാഴ്ച മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചു പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായി. ഇത് പറയുന്നു, നീ വന്ന വഴിയിൽ പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞു. നീ വന്ന വഴിയിൽ, നീ വന്ന വഴിയിൽ പ്രത്യക്ഷനായ ഇതാരെന്ന് ചോദിച്ചപ്പോ ശൗലേ എന്ന് ചോദിച്ച കർത്താവ് യേശുവാണെന്ന് പറയുകയും ആ യേശു തന്നെ എന്നെ അയച്ചിരിക്കുന്നു നിനക്ക് കാഴ്ച പ്രാപിക്കുക, നിന്റെ മേൽ കൈവയ്ക്കുവാൻ. എൻ്റെ യേശുവിന് വേണമെങ്കിൽ കാഴ്ച പെട്ടെന്ന് കൊടുക്കാം. യേശുവിന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. ശൗലിനെ അടിച്ചതല്ല 3 ദിവസം കഴിഞ്ഞിട്ട് പറയും യേശു എഴുന്നേറ്റ് പോകാന്ന് പറയാം. ഇല്ല, ദൈവദാസ നിന്റെ അടുത്ത് വന്നേ പറ്റൂ. ദൈവദാസ നിന്റെ വീട്ടിൽ വന്നേ പറ്റൂ. വിടുതൽ വേണമെങ്കിൽ ഒരു ദൈവദാസനെ നിന്റെ വീട്ടിൽ വരുത്തിയേ പറ്റൂ. ദൈവത്തിന് പദ്ധതിയുണ്ട്. സുവിശേഷം പറയുവാൻ നിന്റെ കുടുംബത്തിനകത്ത് ദൈവദാസൻ വന്ന് കാല് ചവിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. അതാ ദൈവം ഒരു അനന്യാസിനെ തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ പെട്ടെന്ന് സൗഖ്യം കൊടുക്കാം. ഇല്ല, ഒരു ദൈവദാസനിലൂടെ ഒരു സൗഖ്യം നടക്കുന്നുണ്ട്. ഇത് സൗഖ്യം കൊടുക്കുന്ന ആരാ? യേശുവാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു ദൈവദാസനിവിടെ മാറ്റുന്നുണ്ട്. ഒരു ശൗലിനെ പൂർണ്ണമായി കാഴ്ച മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രാപിക്കുന്നതിന് വേണ്ടി ഇതാ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്നെ കർത്താവിനെ അയച്ചിരിക്കുന്നു പറഞ്ഞു. എന്നാൽ അവിടെ കാഴ്ച പ്രാപിക്കുന്ന ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ ശൗൽ എന്ത് ചെയ്തു? കാഴ്ച പ്രാപിച്ചു. യേശുവിന്റെ നാമത്തിലാണ് അനന്യാസ് കൈവച്ചത്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നുണ്ട്, ഇത് പറയുമ്പോ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരെ യേശു നിന്റെ മേൽ കൈവയ്ക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാഴ്ച പറ, അത് തിരിച്ചു പിടി. എനിക്കൊന്ന് യേശുവിനെ കാണണം. നിങ്ങളുടെ പുറമേയുള്ള കാഴ്ചകളല്ല, അപ്പുറമായൊരു കാഴ്ച കാണണം. പുറമേയുള്ള കാഴ്ച മാറട്ടെ, അകക്കണ്ണുകൾ തുറക്കട്ടെ. അകക്കണ്ണുകൾ അടഞ്ഞുപോയി അകക്കണ്ണുകൾ ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പിശാച് അടച്ചു വെച്ച അകക്കണ്ണുകൾ തുറക്കത്തക്ക വണ്ണ ഒരു ദൈവശക്തി ചലിക്കട്ടെ. പറ, എന്റെ കണ്ണ് തുറക്കട്ടെ. ഇന്ന് പലതിനും കാഴ്ച ഉണ്ടെങ്കിൽ കണ്ണുകൾ കാണാൻ പറ്റുന്നില്ല, ആത്മകണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. അടഞ്ഞുപോയതിനെ തുറക്കത്ര കാഴ്ച പ്രാപിക്കത്തക്കവണ്ണ ഇത് നഷ്ടപ്പെടാതിരിക്കുക. പറ, എന്റെ കണ്ണ് എപ്പോഴും അകക്കണ്ണ് തുറന്നിരിക്കണം. ഓ ഇത് വായിക്കുമ്പോൾ അവന്റെ വന്യഭാഷ പറയുമ്പോ ഒരു ദൈവശക്തി വന്ന് നിങ്ങളുടെ കണ്ണുകളിൽ പറ, കണ്ണിൽ കൈവച്ച് പറ, ഈ കണ്ണിൽ ശക്തി വ്യാപരിക്കട്ടെ. വ്യാപരിക്കട്ടെ. ഓഹോ ഹല്ലേലൂയ. ഇപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് വിളിച്ചു പറയുന്നു, കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവരോട് പറയുന്നു, ഒരു ദൈവശക്തി നിന്റെ കണ്ണിൽ മേൽ വന്ന് അടിക്കുന്നുണ്ട്. ഒരു ദൈവശക്തി നിന്റെ കണ്ണിൽ മേൽ വന്ന് അടിക്കുന്നുണ്ട്. പിടിച്ചെടുത്തോ. പ്രാപിച്ചോ. ഇത് പറയുമ്പോ വചനം നിങ്ങളുടെ കണ്ണിൽ മേൽ, കണ്ണിന്റെ മേൽ ദൈവശക്തി. ശക്തിയോടെ പോരാ. ഈ സമയം, ഈ ദൈവത്തിന്റെ സമയം, ഈ ദൈവം നിരക്കുന്ന സമയം. ശൗലേ സഹോദര, ശക്തി പ്രാപിര്, കാഴ്ച പ്രാപിര്. അനന്യാസ് പറഞ്ഞപ്പോ ദൈവശക്തി വന്ന് ഇറങ്ങിയ അതേ ശക്തി ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിന്റെ മങ്ങലുകൾ മാറുന്നുണ്ട് കേട്ടോ. ആത്മ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ണിനകത്തുള്ള മങ്ങലുകൾ കണ്ണാടി ഇല്ലാതെ വായിക്കുവാൻ നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട്. ദൈവ സൗഖ്യം തരുന്നുണ്ട്. നീ പറ, ബൈബിൾ ഇന്ന് ചെന്നിട്ട് എനിക്ക് ബൈബിൾ വായിക്കണം.
നിങ്ങൾ പ്രാവീര്യം മനസ്സുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കണ്ണാടി ഇല്ലാതെ ബൈബിള് വായിക്കും. ആദ്യം മംഗളം മനോരമ പത്രം വായിക്കാനല്ല, ചെന്ന് ഉടനെ ചെന്ന് ഇന്നത്തെ പത്രം എടുത്ത് വായിക്കരുത്. ഉള്ളതൂടെ ബ്രേക്ക്. ബൈബിള് വായിക്കണം. ആദ്യം ബൈബിള് വായിക്കണം. ബൈബിള് വായിച്ചിട്ട് മതി ലോക വാർത്ത. ഹല്ലേലൂയ. ബൈബിള് വായിക്കുമെങ്കിൽ നിന്റെ കണ്ണിൻ്റെ പവർ കൂടും. ബൈബിള് വായിക്കുവാൻ ഒന്നാം സ്ഥാനം നിന്റെ കണ്ണിലോട്ട് കൊടുക്കുമെങ്കിൽ, ഇത് ഏത് ചെറിയ അക്ഷരം വരെ വായിക്കുവാൻ നിനക്ക് ദൈവകൃപ. കണ്ണിന്റെ വെള്ള എഴുത്തുകളെ, കണ്ണിനകത്തുള്ള വെള്ള എഴുത്തുകളെ ദൈവം എടുത്തു കളയുന്നുണ്ട്. കണ്ണിനകത്തുള്ള ചില വെള്ള എഴുത്തുകളെ, തിമിരമെന്ന ചില പ്രതികൂലങ്ങളെ ദൈവം എടുത്ത് മാറ്റുന്നുണ്ട്. ചില പ്രായത്തിനുള്ള കുഴപ്പമുണ്ട്. നീ യേശുവിൻ്റെ മുമ്പിൽ പ്രായമൊന്നും പ്രശ്നമല്ലെന്നേ. പാസ്റ്റർ ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി എനിക്ക് കാഴ്ചയൊക്കെ പോകും എന്ന് വിചാരിക്കരുത്. യേശുവിൻ്റെ കണ്ണ് എങ്ങനത്തെ കണ്ണാ? അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണാ. യേശുവിൻ്റെ കണ്ണ് അഗ്നിക്ക് ജ്വാലയ്ക്കുള്ള കണ്ണാണെങ്കിൽ നിന്റെ കണ്ണിനെ മാറ്റുവാൻ യേശുവിന് കഴിയും. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനൊന്ന് കാണണം. എങ്ങനെ കാണും? നിങ്ങൾക്ക് എന്നും യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ബൈബിൾ വായിര്, യേശുവിനെ കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നും യേശുവിനെ കാണണമെങ്കിൽ യേശുവിന്റെ വചനം വായിക്കുന്നവർക്ക് യേശുവിനെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നും ബൈബിൾ ഒരു അധ്യായം വായിക്കുക, ആവർത്തിച്ച് വായിക്കുക. കണ്ണിൽ കിടക്കുന്ന ചില കുരുടുകളും കണ്ണിൽ കിടക്കുന്ന ദോഷങ്ങളും, ഈ കണ്ണാണ് പലതും കൊണ്ട് തെറ്റിക്കുന്നത്, കാണുന്നതും കേൾക്കുന്നത്, ഇതെല്ലായിടത്തും മാറ്റുവാൻ എന്ത് പറ്റും? ദൈവത്തിന്റെ ശക്തി ഇതാ പുറപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിനകത്ത് പറ. നിസ്സാരമായിട്ട് കാണരുത് സഹോദരന്മാരെ. ഇത് ചിലർക്ക് നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഞാനിത് വിളിച്ച് പറയുമ്പോൾ ചിലർക്ക് നിസ്സാരമാണ്, വലുതായിട്ട് കാണുക. കണ്ണ് കർത്താവേ, ഞാൻ ബൈബിൾ വായിക്കുന്ന കണ്ണാടി ഇല്ലാതെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്നോട് ബൈബിളൊക്കെ ഞാൻ കണ്ണാടി ഇല്ലാതെ വായിക്കുന്നത്. എനിക്ക് കണ്ണാടി വെച്ചൂടെ? ചിലപ്പോൾ എഴുതാനൊക്കെ ചിലപ്പോൾ കണ്ണാടി വെച്ച് എഴുതും ഞാൻ. പക്ഷെ എനിക്ക് നിർബന്ധം, ഞാൻ പ്രസംഗിക്കുമ്പോൾ കണ്ണാടി ഇല്ലാതെ പ്രസംഗിക്കണമെന്ന്. ചില ബില്ലൊക്കെ ഞാൻ എഴുതുമ്പോൾ ചില എന്തെങ്കിലും കണ്ണാടി ഉണ്ട്, ഒരു പോയിന്റിലെ കണ്ണാടി കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ എടുത്ത് നോട്ടൊക്കെ എഴുതും. പക്ഷെ ഞാൻ ദൈവത്തോട്, കർത്താവ്, ഞാൻ പ്രസംഗിക്കുമ്പോൾ കണ്ണാടി ഇല്ലാതെ പ്രസംഗിക്കണം. അല്ല എല്ലാവരും പറയും പാസ്റ്ററിനെ കണ്ണ് കണ്ടുകൂടാ. പിന്നെ വിശ്വാസികളുടെ കാര്യം എന്തായിരിക്കും? ഞാൻ ഇന്ന് കണ്ണാടി വെച്ച് പ്രസംഗിച്ചെങ്കിൽ പറയും പാസ്റ്റർ ആദ്യം പാസ്റ്ററിൻ്റെ കണ്ണാടി ദൂരിക്കള, എന്നിട്ട് ഞങ്ങളടുത്ത് പറ. അതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നെ ഉയർത്തുക ഈ കണ്ണിൽ പവർ തന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ കണ്ണിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അതിൽ വ്യാപരിക്കത്തുള്ളൂ. ആമേ. ഹല്ലെ. കണ്ണാടി വെച്ച ഒരുപാട് ഇതിരിപ്പുണ്ട്. പലരും ഇത് കണ്ട് ഊരി മാറ്റി. കണ്ണാടി ഉള്ളവരോട് പറയുകയാണ്, നിങ്ങളെ കണ്ണാടി ഒന്ന് ഊരി കയ്യിലോട്ടെടു. ഒന്ന് കയ്യിലോട്ടെടു. ഇത് കേട്ടിട്ട് ഇത്രയും കേട്ടിട്ട് പോലും വിശ്വാസമില്ല. കണ്ണാടി കിടന്ന് പൊത്തണ്. കണ്ണാടി ഒന്ന് ഊരി കയ്യിൽ നിന്നിട്. നിങ്ങൾക്കൊരു സൗഖ്യം വേണോ? വേണ്ടേ? വേണമല്ലോ. നിങ്ങളിന്ന് വെറുതെ അല്ല ഇതിനകത്ത് കൊണ്ടുവന്ന ദൈവം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. എല്ലാവർക്കും ഇതിനകത്ത് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച ഇതിനെക്കാട്ടി ആളുണ്ടായിരുന്നു, എല്ലാവർക്കൊന്നും വരാൻ പറ്റിയില്ല. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഇന്ന് വന്നവർ. ഹല്ലേലൂയ. ഇത് ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇന്ന് വന്നവരെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. കണ്ണാടിയെല്ലാം ഊരിയല്ലോ. ഒന്ന് നിങ്ങൾ കണ്ണാടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ രണ്ട് കൈയും, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എൻ്റെ കർത്താവ് അങ്ങോട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുക്കിയൊന്നും വേണ്ട, മനസ്സിനകത്തൊന്ന് കർത്താവിനൊന്ന് വിചാരിക്കേ. അനന്യാസിലൂടെ വ്യാപരിച്ച ദൈവശക്തി ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു അനന്യാസായി ദൈവം എന്നോട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വേരെവിടെ ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ആ ദൈവശക്തി, അന്ന് ചലിച്ച ദൈവശക്തി ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്യുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ തന്നെ ഈ വിശ്വാസത്തോടെ നിങ്ങളുടെ കൈ തന്നെ ഈ കണ്ണിലോട്ട് പോയി ആത്മാവ് കാണിക്കുന്നുണ്ട്. രണ്ട് കൈയും വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്. രണ്ട് കൈയും വയ്ക്കുവാൻ സഹോദരിമാർ കൂടുതലാണ്. ഒന്ന് കൈവച്ച് ബൈബിളൊക്കെ ഒന്ന് മാറ്റിവെയ്. ആദ്യം ബൈബിള് കയ്യിൽ മാറ്റി വെച്ച് രണ്ട് കൈയും നിങ്ങളെ കണ്ണിലോട്ട് വയ്ക്കുവാൻ
ആത്മാവനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്തോ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. കണ്ണ് തുറക്കരുത്. ദൈവശക്തി ചലിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിന്റെ മേൽ ഒരു ദൈവശക്തി വന്ന് അടിക്കാൻ പോകുന്നു. അല്പസമയം സ്തോത്രം പറഞ്ഞിട്ട് മനസ്സിനകത്ത് സ്തോത്രം മതി, സ്തുതി മാത്രം മതി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നീ എനിക്ക് സൗഖ്യം തരാൻ പോകുന്നതിനായ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നപ്പാ, നിനക്ക് കഴിയാത്ത ഒന്നുമില്ല. യേശുവേ, അനിന്യാസിലൂടെ വ്യാപരിച്ച ദൈവശക്തി തന്റെ മക്കളിൽ വ്യാപരിക്കട്ടെ. യെസ്, യെസ്, യെസ്. ആമേൻ. ഇത് പറഞ്ഞ ആമേൻ സ്വീകരിച്ചോ. ഇത് പറഞ്ഞ ആമേൻ സ്വീകരിച്ചോ. ഇത് പറഞ്ഞ ആമേൻ സ്വീകരിച്ചോ. ഇത് പറഞ്ഞ ആമേൻ സ്വീകരിച്ചോ. ആമേൻ, ആമേൻ. ഓ റീബലമ അസ്തല ബൗഡമ രാജപദീന രഗന. നിങ്ങൾ കരമടിക്കണ്ട, കൈവച്ചാ മതി. രോഗത്തിനുള്ള കെട്ടുകൾ. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആരെങ്കിലും അടുത്ത് ഈ കൈ വെച്ചവർ വന്നില്ല എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുന്നുണ്ട്? നിങ്ങൾ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വന്ന് തൊട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയേ. നിങ്ങൾ അടുത്തൊരു സ്കാനിങ്ങിന് വേണ്ടി പോവുക, ഒരു റിപ്പോർട്ട് എടുക്കാൻ പോകുക. ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇത് വലിയൊരു സാക്ഷിയായി തീരാൻ പോവുകയാണ്. സംശയത്തോടെ പോകരുത്. ഞാനിനി ബൈബിൾ വായിക്കുന്നത് കണ്ണാടിയില്ലാതെ ബൈബിൾ വായിക്കും. ഹല്ലേലൂയ. ആ തീരുമാനത്തോടെ നിങ്ങൾ കടന്നു പോകുക. സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. മത്തായി സുവിശേഷം 4:23-25 വാക്യം പെട്ടെന്ന് വെച്ചു. മത്തായി സുവിശേഷം 4:23-25. പിന്നെ യേശു ഗലീലയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയായിലൊക്കെ പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീയിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ആമേൻ, ഹല്ലേലൂയ. പിന്നെ യേശു ഗലീലയിൽ നിന്നും അക്കരെയും ഗലീലയിൽ നിന്നും ഒക്കെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള വ്യാധികളും സൗഖ്യമാകുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സുറിയയിലും ഒക്കെയും പരന്നു. നാനാ വ്യാധികളൊക്കെയും ബാധകളും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകല ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ ഒരു രോഗമുള്ളവർ മാത്രമല്ല, സകല രോഗമുള്ളവരെയും, എന്നുവെച്ചാൽ പല ബാധകളാൽ ഒഴിഞ്ഞവർ. ഭൂതഗ്രസ്തരുണ്ടായിരുന്നു, ഭൂതം പിടിച്ചവരുണ്ടായിരുന്നു, ചന്ദ്രരോഗം എന്ന് വെച്ചാൽ ചുഴലി, പക്ഷപാതം, നടക്കാൻ പറ്റാത്ത കേസ്. അപ്പോൾ പല ദീനക്കാരും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവനെ സൗഖ്യമാക്കി. യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം സൗഖ്യമായിട്ടേ പോയിട്ടുള്ളൂ. യേശു പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റൂല. പക്ഷപാതക്കാരെ കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ചന്ദ്രരോഗം, ചുഴലി പിടിച്ച വ്യക്തിയെ കൊണ്ടുവന്ന സമയത്ത് യേശു പറഞ്ഞില്ല എനിക്കിതിനെ സൗഖ്യമാക്കാൻ പറ്റൂല. ഭൂതം പിടിച്ചവനെ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞു എനിക്ക് സൗഖ്യമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഏത് രോഗമായാലും അഴിയും. കാര്യം എന്താണ്? ഏത് രോഗത്തെ അഴിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ മേൽ ശക്തി ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ കൂടെ സകലവരെയും യേശു സൗഖ്യമാക്കി വിട്ട ചരിത്രമേ ഉള്ളൂ. യേശു സൗഖ്യമായി വിട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. സൗഖ്യമാകാതെ ആരും പോയിട്ടില്ല. വരുന്നുമ്പേ പറയണം, ഞാൻ ഇന്ന് പോയാൽ ഒരു വിടുതലോടെ പോകത്തുള്ളൂ. ഇതിനകത്ത് വന്നാൽ ഒരു സൗഖ്യത്തോടെ പോകത്തുള്ളൂ. യേശുവിന്റെ ശക്തി അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാമേ ഹാമേ. ഇത് അവിടെ മാത്രമല്ല, ഗലീല, തെക്കേപ്പൊലി, ജെറുസലേം, യഹൂദ്യ, യോർദാൻകര എന്നീ ഇടങ്ങളിൽ നിന്നും വളരെ പുരുഷാരവം അവരെ പിന്തുടർന്നു. വളരെ ഒരു പുരുഷാരവം യേശുവിൻ്റെ പല സ്ഥലം, ഗലീല,
തെക്കേപ്പോലി, ജെറുസലേം, യഹൂദിയ, യോർദാൻകര എന്നിവിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരവം അവരെ പിന്തുടർന്നു. യേശു സൗഖ്യദായകനാണ്. ആമേ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ എല്ലാം കിട്ടും. ഒന്ന് മാത്രമല്ല, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഒരു പ്രശ്നമല്ല മാറുന്നത്, സകല പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന ഒരു യേശു. ഓ, യേശുവിൻ്റെ അടുത്ത് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. അതാ ഇവിടെ പറയുന്നു 13-ാമത്തെ വാക്യം, നിങ്ങൾ ദീനമായി കിടക്കുന്നവനെ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൻ്റെ 5-14 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. വിശ്വാസത്തുള്ള പ്രാർത്ഥനയാണ് രോഗി സൗഖ്യമാക്കുന്നത്. ദൈവം അഴിക്കുന്നുണ്ട്. അതാ വചനം പറയുന്നു, വിശ്വാസത്തുള്ള പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതാ നിങ്ങളെ രക്ഷിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു വിടുതലിനകത്ത് വ്യാപരിച്ച ഒന്നല്ല, ഒരുപാട് കാര്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, നിങ്ങളുടെ കണ്ണിൻ്റെ മേൽ വ്യാപരിച്ച ശക്തി, അത് വ്യാപരിച്ച ശക്തിയാണ്. അതൊരു പ്രത്യേകമായൊരു ശുശ്രൂഷയാണ്. ഇതിനകത്ത് നിന്ന സമയത്ത് ദൈവം പറഞ്ഞു, ആദ്യം കൈ വയ്ക്കാനേ പറഞ്ഞുള്ളൂ. എന്നോട് പരിശുദ്ധ പറഞ്ഞു, നീ ഇറങ്ങുമെന്ന് പറഞ്ഞു. ആമേ, ഹല്ലേലൂയ. നിങ്ങളുടെ കൈ വയ്ക്കാൻ പറഞ്ഞു. ദൈവം എന്താണ് പറയുക എനിക്കറിയില്ല. എന്നെ നിർത്തുമ്പോൾ ആദ്യം വചനം പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധ പറയുന്നു, നീ ഇറങ്ങ്, സഭ ദൈവമക്കളോട് ഇറങ്ങ്. അനന്യാസ് കൈവച്ചതുപോലെ കൈവൈ. അതുകൊണ്ട് നിയോഗം കിട്ടിയാലേ ഞാൻ വരത്തുള്ളൂ. ഒരുവന്റെ കൈ വയ്ക്കണമെങ്കിൽ സ്വർഗം എനിക്ക് അനുവാദം തരണം. അനുവാദം അനന്യാസിന് കൊടുത്തതുപോലെ ഇന്ന് ദൈവം ഒരു അനുവാദം എനിക്ക് തന്നു, നിങ്ങളുടെ മേൽ കൈവയ്ക്കുവാൻ. ഹല്ലേലൂയ. അനുവാദം തരാതെ വയ്ക്കത്തില്ല. ദൈവം നമുക്ക് അനുവാദം തരണം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം അനുവാദം തരണം. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ കണ്ണിന്റെ മേൽ ഭാരപ്പെടുന്നവരെ നിങ്ങൾ കണ്ണടച്ചിരുന്നോളണം. ആമേ, ഹല്ലേലൂയ. കാര്യം ശൗലിന് കാഴ്ചയില്ല. ശൗല് കണ്ണടച്ചില്ല, കാഴ്ചയില്ലായിരുന്നു. അവസ്ഥയുടെ സമയത്ത് ഇവിടെ ആരാണ് എന്താണെന്നും സംഭവിക്കുന്നില്ല. ശൗലൊന്നും പറഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നീ കൈവയ്ക്കണം, നീ കൈവയ്ക്കണം, തൻ്റെ ദാസന്റെ മേൽ കൈവയ്ക്കണം, ശൗലിന്റെ മേൽ കൈവയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ മേൽ സ്വർഗം കൈവയ്ക്കുന്നുണ്ട്. കർത്താവ് യേശു നിങ്ങളുടെ കണ്ണിൽ മേൽ കൈവയ്ക്കുന്നുണ്ട്. വിശ്വാസത്തുള്ള പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. ദീനക്കാർ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പാപം കൊണ്ടും രോഗം വരാം, ചില പ്രവൃത്തി ദോഷം കൊണ്ടും വരാം, പല രീതിയിലും വരാം, ഏത് രീതിയിൽ വേണോ വരാം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോട് ക്ഷമിക്കൊരു യേശു ഉണ്ട്. പാപം ചെയ്യത്തില്ല എന്ന് പറയുവാൻ. യേശുവേ, ഞാൻ ഇനി പാപം ചെയ്യത്തില്ല. നിങ്ങളുടെ നെഞ്ചോട് വലം കൈ ചേർത്ത് പിടിച്ച് വെച്ച് ഈ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ പറ, ഞാൻ പാപത്തിലോട്ടൊന്നും പോകത്തില്ല. പാപം ചെയ്ത ക്ഷമിക്കുന്ന യേശു ഉണ്ടെങ്കിലും ഞാൻ ഈ പാപം ചെയ്യത്തില്ല. ചിലത് പാപം, ചില രോഗമായി മാറുന്നുണ്ട്. ചിലർ പ്രവൃത്തി ദോഷമല്ല രോഗമായി മാറുന്നുണ്ട്. ഇതാ, പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റു പറഞ്ഞ്, പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ 16-ാമത്തെ വാക്യം, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് രോഗശാന്തി വരുവന് വേണ്ടി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഒരു പാപം ഇരുന്നു കൊണ്ട് മറ്റൊരാളെ പാപം വിധിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ പാപം വെച്ചുകൊണ്ട് മറ്റുള്ള ക്രൂശിക്കാതെ
പരസ്പര പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പാപത്തെ കൂട്ടുപിടിക്കാതെ പാപത്തെ എടുത്തു കളയാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്, രോഗശാന്തി വരുന്നുണ്ട്. നിന്റെ പാപത്തെ ഏറ്റു പറയാൻ മനസ്സുണ്ടോ? നിന്റെ പാപത്തെ ഒന്ന് ഏറ്റു പറയുക, പരസ്പരം ക്ഷമിക്കുക. പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവമല്ല, പരസ്പരം ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. ഇന്ന് പലർക്കും രോഗശാന്തി കിട്ടാത്ത എന്താ കാര്യം? ക്ഷമിക്കുവാൻ മനസ്സില്ല. പലപ്പോഴും നിങ്ങൾക്ക് ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനൊരു ആ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സൗഖ്യം നടക്കാത്തത്. നിങ്ങൾ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയും. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് സ്ഥിതി മാറിയതെന്ന് പറഞ്ഞാൽ തൻ്റെ ആദ്യം സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ സ്നേഹിതന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. എന്നാൽ ഇയ്യോബിന്റെ സ്ഥിതി മാത്രമല്ല മാറിയത്, സ്നേഹിതന്റെ സ്ഥിതിയും മാറി. പരസ്പര സൗഖ്യങ്ങൾ കൈമാറണം. നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം എന്താണ്? സൗഖ്യങ്ങൾ കൈമാറണം. ഹല്ലേലൂയ. ഒരാളെ രോഗം വരുമ്പോൾ ചിരിക്കരുത്, ഒരാളെ പ്രയാസം വരുമ്പോൾ ചിരിക്കരുത്. അടുത്തിരിക്കുന്ന സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിനക്ക് അങ്ങനെ തന്നെ വേണോടി എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ സീലടിക്കരുത്. ഹല്ലേലൂയ. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റൂല. ദൈവങ്ങളെ, ഇന്ന് ലോകത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഭയപ്പെടുന്ന രീതിയിലാണ് രോഗങ്ങൾ മനുഷ്യനെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യനെ ഏത് അവസ്ഥയിലെന്ന് അറിഞ്ഞുകൂടാ രോഗങ്ങൾ തകർക്കുന്നത്. ഇന്ന് പരസ്പരം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു മാനസാന്തരം ഉണ്ടായിരിക്കണം. ഇതിനകത്ത് പരസ്പരം ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വിടുതലെടുക്കാൻ പറ്റത്തുള്ളൂ. പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. സങ്കീർത്തനത്തിൽ പറഞ്ഞു, രാവിലെ പ്രവചനത്തിൽ നിങ്ങൾ പരസ്പര സ്നേഹമുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ദൈവസഭയിൽ പരസ്പര സ്നേഹത്തോടെ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരു സൗഖ്യത്തെ കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ നിന്റെ പ്രാർത്ഥനയാണ് നീതിയാക്കുന്നത്, അല്ല നീതിമാനല്ല. ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ വരുമ്പോൾ നമ്മൾ കുറവുള്ളത് ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ തലമുറകൾ മാനസാന്തരപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് നീ ഗുണ്ടായ്പ് കാണിച്ചാൽ നിന്റെ മക്കൾ വേറെ ഗുണ്ടായ്പ് കാണിക്കും. ഹല്ലേലൂയ. അങ്ങനെ മാതൃകയായി നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ്. നിങ്ങളുടെ തലമുറകൾക്ക്, കുടുംബത്തിനകത്ത് സഹോദരങ്ങൾക്ക് നിങ്ങൾ മാതൃകയായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ മൂക്കിൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. മൂക്കിൻ്റെ ചുണ്ടത്ത് ദേഷ്യം, ഇതൊന്നും ഒരു സെക്കൻഡ് കൊണ്ട് തീരാനേ ഉള്ളൂ. പരസ്പര സ്നേഹമാണ്, ഐക്യതയാണ് രോഗശാന്തി വരുത്തുന്നത്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെല്ലുവിളിക്കുന്ന ചില രോഗങ്ങൾ, നിങ്ങളുടെ മേൽ കിടക്കുന്ന പാപങ്ങളാണ്. നിങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യതയിലുമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഒരുവന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് പ്രാർത്ഥന ഫലിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ, ഓ പ്രാർത്ഥന ഫലിച്ചു, ഞാൻ ആരാധിച്ചു പ്രാർത്ഥിച്ചതും ആമേൻ ഫലിച്ചു. പ്രാർത്ഥന ഫലിക്കും, പ്രാർത്ഥന കേൾക്കും. പക്ഷേ അതിന് നമ്മളെ തന്നെ കഴുകി, നമ്മളെ തന്നെ ചെത്തി വെടിപ്പാക്കി, നമ്മളെന്നുള്ള ഭാവത്തെ എടുത്ത് കളഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, നമ്മൾ യേശുവിൻ്റെ മകനാണെന്നുള്ള ആത്മഭാരത്തോടെ ദൈവകരങ്ങൾ കൊടുക്ക്. നിങ്ങളുടെ ശരീരത്തിന് മേൽ പോരാടുന്ന ചില രോഗത്തിൻ്റെ കെട്ടുകളെ നിങ്ങൾ ഏറ്റു പറയുന്നതോടെ, പരസ്പര ഐക്യതയോടെ, പരസ്പരം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഭാരപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ കടഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിര്. നിങ്ങൾ വേദന നടുവിലാണ് പോകുന്നുണ്ടെങ്കിൽ അടുത്ത ആൾ പ്രാർത്ഥിക്ക്. ഇന്ന് നമ്മളുടെ പ്രാർത്ഥന
ഒരുവന് വേണ്ടിയായിരിക്കണം. നിങ്ങളുടെ പക്ഷെ വീടില്ല, അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിര്, ദൈവം അത്ഭുതം ചെയ്യും. തലമുറയില്ല, അടുത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിര്, ദൈവം അത്ഭുതം ചെയ്യും. വാഹനമില്ല, അടുത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിര്, ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പരസ്പരം കൊടുത്താണ് അനുഗ്രഹം വാങ്ങിക്കുവാൻ. ബൈബിൾ പറയുന്നത് നമ്മുടെ അനുഗ്രഹം നമ്മൾ മാത്രമായിട്ടല്ല, മറ്റുള്ളവർ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യണം. മറ്റുള്ളവർ അനുഗ്രഹം കാണുമ്പോൾ നമുക്ക് കണ്ണ് തള്ളുന്നതല്ല, മറ്റുള്ളവർ അനുഗ്രഹം കാണുമ്പോൾ നമ്മൾ ബ്ലെസ് ചെയ്ത് പോകുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം എണ്ണ പൂശിയുള്ള പ്രാർത്ഥനയും ആമേ വിശ്വാസമുള്ള പ്രാർത്ഥനയും ഒരുവനുള്ള പ്രാർത്ഥനയും സഭയെ വളരെ അനുഗ്രഹിക്കുന്നുണ്ട്. സഭയിൽ ഒരു മനസ്സോടെ നിൽക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹാമേ ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ ഐക്യത നഷ്ടപ്പെടുത്തരുത്. സഭയിൽ ഐക്യതയും ഒരുമനമുണ്ടെങ്കിൽ മാത്രമേ വിടുതലെടുക്കാൻ പറ്റൂ. സഭയിൽ നിന്ന് വിട്ടു മാറുമ്പോൾ നിങ്ങളെ ശരീരത്തിലുള്ള രോഗവും വന്ന് കയറും. മനസ്സിലാവുന്നുണ്ടോ? സഭ വിട്ടു മാറുമ്പോൾ നിങ്ങളെ ഇപ്പോൾ സൗഖ്യമുണ്ട്. സഭ മാറുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭ മാറുമ്പോൾ, കൂട്ടായ്മ മാറുമ്പോൾ എന്താണ്? ദൈവം തന്നിരിക്കുന്ന സൗഖ്യവും നഷ്ടപ്പെടും. അപ്പോൾ ഒരുവനുള്ള ഐക്യത എപ്പോഴും ദൈവം കാണിക്കുന്നു. ദൈവത്തെ വിട്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സഭയുടെ കർത്താവ് യേശുവിനെ വിട്ട് ഇനി സൗഖ്യം എടുത്തിട്ട് യേശുവിനെ വിട്ടിട്ട് അങ്ങ് പോവുകയാണ്, പിന്നെ വേറെ പരിപാടിയാണ്. പോയതിനെ 16 മടങ്ങായിട്ട് തിരിച്ചു വരും. ഇത് പറഞ്ഞപ്പോൾ ഒരു സഹോദരിയെക്കുറിച്ച്, അവർ യേശുവിനെ അറിഞ്ഞു, നന്നായിട്ടൊക്കെ ജീവിച്ചു, ജോലി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ജോലി. വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു രോഗമുണ്ടായിരുന്നു. പക്ഷേ സൗഖ്യം ദൈവം കൊടുത്തു, പൂർണ്ണ വിടുതലായി. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു പള്ളിയിൽ പോകത്തില്ല, മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല. പിന്നെ വഴിതെറ്റി വേറെ രീതിയിലൊക്കെ ആയിരുന്നു, പാപത്തിലൂടെ ആയിരുന്നു. എനിക്ക് പേരും വിവരം പറയാൻ പറ്റത്തില്ല, അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും തിരുവനന്തപുരത്തുള്ള ആളല്ല. പക്ഷേ ഇത് അവരുടെ മക്കളൊക്കെ ഇത് ചാനൽ കേൾക്കുന്നവരാ. എനിക്കതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, പേര് പറയത്തില്ല. അതുകൊണ്ട് നടന്ന കാര്യമാണ്. അവർ നല്ല ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു, നല്ല കുടുംബം ഉണ്ടായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോഴ ഒരു ജോലി കിട്ടിയത്. ഇനിയൊക്കെ പറയാൻ നിങ്ങൾ പിടിച്ചെടുക്കും, അതുകൊണ്ട് പറയുന്നില്ല. നടന്ന കാര്യം പറയാം. അവർ സുഖമായിട്ട് ജീവിച്ചു. മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു, കെട്ടിച്ചു വിട്ടു. മോന് ഒരു പെൺകുട്ടിയെ വിളിച്ചു, എല്ലാം അടിപൊളിയായിട്ട് ജീവിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ ജോലി കിട്ടിയപ്പോൾ പണങ്ങളൊക്കെ ഒന്ന് ഇഷ്ടം പോലെ പൈസയായി, കാര്യങ്ങൾ നല്ലൊരു ജീവിച്ചു. യേശുവിനെ അറിഞ്ഞു, സ്നാനപ്പെടും, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സൗന്ദര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പിശാച് കയറി ഇടയ്ക്ക് വലിച്ചു കൊണ്ടുപോയി, കൂട്ടായ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോയി. ആദ്യം ഉണ്ടായിരുന്ന ക്യാൻസർ രോഗത്തെ സൗഖ്യം ദൈവം കൊടുത്തു. രോഗം പറയാതെ പോകാൻ പറ്റൂല, ക്യാൻസർ ആയിരുന്നു. ദൈവ സൗഖ്യം കൊടുത്തു. പിന്നെ ദൈവസന്നിധി വരൂല. വിടുതൽ കിട്ടി എല്ലാ സൗഭാഗ്യം വന്നപ്പോൾ സഭാരാധന മുടങ്ങാക്കാം. പള്ളിയിൽ തന്നെ വല്ലപ്പോഴും തോന്നും പോലെ വരുന്നത്. ദൈവമക്കളെ വലിയ കാലമൊന്നും നീണ്ടുപോയില്ല. ദൈവസന്നിധി മാറിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ രോഗം, എടുത്തു മാറ്റിയ രോഗം 16 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നു. ദൈവം പൂർണ്ണ വിടുതൽ കൊടുത്തിരുത്തിയ വ്യക്തിയാണ്. ദൈവം എടുത്തു മാറ്റിയതിന് ദൈവ സാന്നിധ്യം വിട്ടുമാറിയപ്പോൾ തിരിച്ചു വന്നു. ഇന്ന് ഈ ഭൂമിയിലില്ല, വഴിയിൽ വെച്ച് നശിച്ചു പോയി. അതാ ബൈബിൾ വിളിച്ച് പറയുന്നു, പരസ്പരമുള്ള പ്രാർത്ഥന. ആമേ, കൂട്ടായ്മ ചെറുതല്ല, വലുതാണ്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. ദൈവത്തെ വിട്ട്, ദൈവ സാന്നിധ്യം വിട്ട് ഒരിക്കലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, നിങ്ങൾ ഐക്യതയോടെ ഒരുമനപ്പെട്ട്, ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങളെ 10 മക്കളുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കൂലേ? ഞാൻ ആഗ്രഹിക്കും എൻ്റെ മക്കൾ ഒരുമിച്ച് നിൽക്കണം, ഐക്യം നിൽക്കണം എന്ന് പറയുന്നത് പോലെയാണ് സ്വർഗവും ആഗ്രഹിക്കുന്നത്. എവിടെയും ഒരു വിടുതൽ, ഒരു ഒത്തുപിടിച്ച ഒരു മലയും വരുന്നത് പോലെയാണ്. നമ്മൾ ഒരു മനസ്സോടെ നിൽക്കുമെങ്കിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ വലിയ അത്ഭുതം സംഭവിക്കും. ദൈവസഭ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഈ തിരുവനന്തപുരം പട്ടണം നമുക്ക് പിടിക്കാം. അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാം, അനേകരെ സൗഖ്യത്തോടെ കൊണ്ടുവരാം, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാം. അതാ നമ്മുടെ വിളി, മറക്കരുത്. നമ്മൾ അല്പസൗഖ്യം വിടുന്നെടുത്ത് പോകുന്നതല്ല, ഈ ദേശത്തെ നേടുവാനാ, ഈ ദേശത്തിൻ്റെ മേലുള്ള വിളിയാ നമ്മുടെ മേൽ കിടക്കുന്നത്.
ദൈവം അത്ഭുതങ്ങളും വിടുതലും സൗഖ്യവും എല്ലാം കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾ നല്ല ഫലമുള്ളതായി ദൈവത്തിന് കൊള്ളാവുന്ന ഫലമായി തീരുവാൻ ഒരു നിമിഷം കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനല്ല പിതാവേ, ഇന്ന് നടന്ന സൗഖ്യത്തിൻ്റെ വിടുതൽ എല്ലാവർക്കും നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൗഖ്യം ആരെയും പിശാച് കവർന്നെടുക്കരുത്. ഈ സൗഖ്യം ശരീരത്തിന് മേൽ നിലനിൽക്കണം. ഇന്ന് വിവിധ വിടുതലുകൾ ഇതിനകത്ത് വ്യാപരിച്ചു. നടുവിൻ്റെ മേൽ, നട്ടലിൻ്റെ മേലുള്ള സൗഖ്യം, നട്ടല് ബാധിച്ച് ബന്ധിച്ച കൂനിയായ 18 വർഷത്തെ ആ ബന്ധനം പൊട്ടിച്ചതിനായി സ്തോത്രം. വിവിധ രോഗങ്ങൾ, ഭൂതഗ്രസ്തർ, പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. കണ്ണിൽ കിടക്കുന്ന ഇരുട്ടുകൾ, ദൈവമേ, ദൈവത്തെ കാണാൻ കഴിയാത്ത ഇരുട്ടുകളെ ദൈവം എടുത്ത് മാറ്റിയനായി സ്തോത്രം. കർത്താവ്, നീ വലുത് ചെയ്തു. ഈ സഭയെ നീ വൻ കാര്യം ചെയ്തു. ദൈവാടിയനെ ഉപയോഗിച്ചനായി സ്തോത്രം. ഒരു ദൈവ പ്രവൃത്തിനകത്ത് വ്യാപരിച്ചനായി സ്തോത്രം. ചിലർ ഉള്ളുകൊണ്ട് കരയായിരുന്നു, ദൈവത്തെ കാണുകയായിരുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുകയായിരുന്നു. ഞാൻ ദൈവത്തെ വിട്ടു പോകത്തില്ല, എൻ്റെ കർത്താവെ എനിക്ക് വേണം, നിൻ്റെ സാന്നിധ്യം വിട്ട് ഞാൻ പോകത്തില്ല എന്ന് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. എടുത്ത വിടുതൽ കർത്താവെ നിലനിൽക്കണം. അപ്പൻ്റെ വരവോളം നിലനിൽക്കണം. ഒരു സഹോദരി പോലും നഷ്ടപ്പെടല്, ഒരു സഹോദരൻ പോലും നഷ്ടപ്പെടല് കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ചാനലിലൂടെ കേൾക്കുന്ന ലോകമെമ്പാടുന്ന യൂട്യൂബ് ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടിവിയിലൂടെയും കേൾക്കുന്ന സകലവർക്കും ഇതൊരു വലിയൊരു വിടുതലായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം പലവരെ എഴുന്നേൽപ്പട്ടെ. സുവിശേഷൻ്റെ കണ്ണ് തുറക്കത്തക്കവണ്ണം ആത്മാവിൻ്റെ വിടുതലുകൾ സംഭവിക്കത്തക്കവണ്ണം ഞാൻ അനുഗ്രഹിച്ച് പിതാവിൻ്റെ പുത്രനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.